നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഫാസിസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മളിവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് LP-UP സ്കൂൾ അസിസ്റ്റൻ്റ് പരീക്ഷയുടെ സ്പെഷ്യൽ ടോപ്പിക്ക് എഡ്യൂക്കേഷൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ചൈൽഡ് സൈക്കോളജി എന്ന് പറയുന്ന ഒരു മേഖലയുണ്ട്. ആ മേഖലയിൽ നിന്ന് നമ്മൾ ഇന്ന് പഠിക്കുന്നത് വിദ്യാഭ്യാസ ഏജൻസികൾ എന്ന് പറയുന്ന ആ ഒരു മേഖലയാണ്. വിദ്യാഭ്യാസ ഏജൻസികൾ അഥവാ ഏജൻസീസ് ഓഫ് എഡ്യൂക്കേഷനാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. വിദ്യാഭ്യാസത്തിൻ്റെ 3 രൂപങ്ങൾ ഉണ്ട് എന്നാണ് പറയുന്നത്. വിദ്യാഭ്യാസത്തിന് 3 രൂപങ്ങളുണ്ട് എന്നാണ് ഇവിടെ ആദ്യമായിട്ട് പറയുന്നത്. അതിലാദ്യത്തേത് ഔപചാരികം എന്ന് പറയുന്ന ഫോർമൽ എഡ്യൂക്കേഷൻ ആണ്. അപ്പോൾ ആദ്യത്തേത് ഔപചാരികം എന്ന് പറയുന്ന ഫോർമൽ എഡ്യൂക്കേഷൻ ആണെങ്കിൽ രണ്ടാമത്തേതിന് നമ്മൾ അനൗപചാരികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ ആണ്. അപ്പോൾ അനൗപചാരിക വിദ്യാഭ്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ ആണ്. മൂന്നാമത്തേത് യാദൃച്ഛികമാണ്. യാദൃച്ഛികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫോർമലാണ്. ഫോർമൽ, നോൺ ഫോർമൽ, ഇൻഫോർമൽ, ഇങ്ങനെ 3 തരത്തിലുള്ള വിദ്യാഭ്യാസ രൂപങ്ങളാണ് ഇവിടെയുള്ളത്. നിയതമായ ലക്ഷ്യത്തോടെ നിശ്ചിത നിയമാവലികൾക്ക് വിധേയമായിട്ട് ബോധപൂർവം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നതാണ് ഇതാണ് നമുക്ക് നോക്കുന്നതാണ് ഔപചാരികമായ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് നിയതമായ ലക്ഷ്യത്തോടെ നിശ്ചിത നിയമാവലികൾക്ക് വിധേയമായിട്ട് ബോധപൂർവം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നതാണ് ഔപചാരിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അപ്പോൾ ഔപചാരിക വിദ്യാഭ്യാസം എന്താണ്? നിയതമായ ലക്ഷ്യത്തോടെ നിശ്ചിത നിയമാവലികൾക്ക് വിധേയമായിട്ട് ബോധപൂർവം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നതാണ് ഔപചാരിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ഔപചാരിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സ്കൂളുകൾ, കോളേജുകൾ, അതായത് ഔപചാരിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് സ്കൂളുകൾ, കോളേജുകൾ എന്നിവ. അയവുള്ളതും ഐച്ഛിക സ്വഭാവമുള്ളതും നിയതമായ നിയമാവലി ഇല്ലാത്തതുമായ ഒരു സമ്പ്രദായമാണ് അനൗപചാരിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അയവുള്ളതും ഐച്ഛിക സ്വഭാവമുള്ളതും നിയതമായ നിയമാവലി ഇല്ലാത്തതുമായ ഒരു സമ്പ്രദായമാണ് അനൗപചാരിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അയവുള്ളതും ഐച്ഛിക സ്വഭാവമുള്ളതും നിയതമായ നിയമാവലി ഇല്ലാത്തതുമായ ഒരു സമ്പ്രദായമാണ് അനൗപചാരിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അനൗപചാരിക വിദ്യാഭ്യാസ ഏജൻസികൾ ഓപ്പൺ സ്കൂൾ, ഓപ്പൺ യൂണിവേഴ്സിറ്റി, ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ, കറസ്പോണ്ടൻസ് കോഴ്സ്, തുടർ വിദ്യാഭ്യാസം, വയോജന വിദ്യാഭ്യാസം എന്നിവയാണ്. അപ്പോൾ അനൗപചാരിക വിദ്യാഭ്യാസ ഏജൻസികൾ എന്ന് പറയുന്നത് ഓപ്പൺ സ്കൂള്, ഓപ്പൺ യൂണിവേഴ്സിറ്റി, ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ, കറസ്പോണ്ടൻസ് കോഴ്സ്, തുടർ വിദ്യാഭ്യാസം, വയോജന വിദ്യാഭ്യാസം എന്നിവയാണ്. ഒരു വ്യക്തി ഏത് സമയത്തും ഏത് സംഭവത്തിലൂടെയും ഏത് അനുഭവം വഴിയും പരോക്ഷമായി നേരിടുന്ന വിദ്യാഭ്യാസമാണ് യാദൃച്ഛിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ഒരു വ്യക്തി ഏത് സമയത്തും ഏത് സംഭവത്തിലൂടെയും ഏത് അനുഭവം വഴിയും പരോക്ഷമായി നേരിടുന്ന വിദ്യാഭ്യാസമാണ് യാദൃച്ഛിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ഒരു വ്യക്തി ഏത് സമയത്തും ഏത് സംഭവത്തിലൂടെയും ഏത് അനുഭവം വഴിയും പരോക്ഷമായി നേരിടുന്ന വിദ്യാഭ്യാസമാണ് യാദൃച്ഛിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. യാദൃച്ഛിക വിദ്യാഭ്യാസത്തിൻ്റെ ഫലം പ്രവചനാതീതമാണ്. അപ്പോൾ യാദൃച്ഛിക വിദ്യാഭ്യാസത്തിൻ്റെ ഫലം പ്രവചനാതീതമാണ്. പഠിക്കാനുള്ള നിബന്ധനകളോ നിയമാവലികളോ ഇല്ലാത്ത വിദ്യാഭ്യാസമാണ് ഇത്. അപ്പോൾ പഠിക്കാനുള്ള നിബന്ധനകളോ നിയമാവലികളോ ഇല്ലാത്ത വിദ്യാഭ്യാസമാണ് ഇത് യാദൃച്ഛിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ബോധപൂർവമായ പ്രയത്നമില്ലാതെ യാദൃച്ഛികമായി ഒരു വ്യക്തിക്ക് കിട്ടുന്ന വിദ്യാഭ്യാസമാണ് യാദൃച്ഛിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ബോധപൂർവമായ പ്രയത്നമില്ലാതെ യാദൃച്ഛികമായി ഒരു വ്യക്തിക്ക് കിട്ടുന്ന വിദ്യാഭ്യാസത്തിനെയാണ് യാദൃച്ഛിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ആജീവനാന്ത പ്രക്രിയയായിട്ടുള്ള വിദ്യാഭ്യാസമാണ് യാദൃച്ഛിക വിദ്യാഭ്യാസം. ആജീവനാന്ത പ്രക്രിയ ആയിട്ടുള്ള വിദ്യാഭ്യാസത്തിനെയാണ് യാദൃച്ഛിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. യാദൃച്ഛിക വിദ്യാഭ്യാസ ഏജൻസികൾ കുടുംബം, സമൂഹം, സമവയസ് സംഘം, വർത്തമാനപത്രങ്ങൾ, റേഡിയോ, ടെലിവിഷൻ, സിനിമ തുടങ്ങിയവയാണ്. ഇപ്പോൾ യാദൃച്ഛിക വിദ്യാഭ്യാസ ഏജൻസികൾ കുടുംബം, സമൂഹം, സമവയസ് സംഘം, വർത്തമാനപത്രങ്ങൾ, റേഡിയോ, ടെലിവിഷൻ, സിനിമ തുടങ്ങിയവയാണ്. വിവിധ വിദ്യാഭ്യാസ ഏജൻസികളുണ്ട്. വിവിധ വിദ്യാഭ്യാസ ഏജൻസികൾ അതൊന്ന് കുടുംബമാണ്. വിവിധ വിദ്യാഭ്യാസ ഏജൻസികൾ കുടുംബമാണ്. രണ്ടാമത്തേത് പിയർ ഗ്രൂപ്പാണ്. രണ്ടാമത്തെ വിദ്യാഭ്യാസ ഏജൻസിയായിട്ട് കണക്കാക്കുന്നത് പിയർ ഗ്രൂപ്പാണ്. മൂന്നാമത്തേത് വിദ്യാലയമാണ്. അപ്പോൾ വിവിധ വിദ്യാഭ്യാസ ഏജൻസികൾ എന്ന് പറയുമ്പോൾ കുടുംബം, പിയർ ഗ്രൂപ്പ്, വിദ്യാലയം. നാലാമത്തേത് സമുദായമാണ് നാലാമത്തേത്. അഞ്ചാമത്തേത് ഭരണകൂടമാണ്. അതായത് വിവിധ വിദ്യാഭ്യാസ ഏജൻസികൾ, ഒന്നാമത്തേത് കുടുംബം, രണ്ടാമത്തേത് പിയർ ഗ്രൂപ്പ്, മൂന്നാമത്തേത് വിദ്യാലയം, നാലാമത്തേത് സമുദായം, അഞ്ചാമത്തേത് ഭരണകൂടമാണ്. കുടുംബം അഥവാ ഫാമിലിയെ നമുക്കൊന്ന് നോക്കാം, അല്ലെ? ഫാമിലി അഥവാ കുടുംബത്തിനെ നമുക്കൊന്ന് നോക്കാം. എന്താണ് ഫാമിലി അഥവാ കുടുംബം? സമൂഹത്തിലെ ഏറ്റവും അടിസ്ഥാനപരമായ പ്രാഥമിക സംഘമാണ് കുടുംബം എന്ന് പറയുന്നത്. സമൂഹത്തിലെ ഏറ്റവും അടിസ്ഥാനപരമായ പ്രാഥമിക സംഘമാണ് കുടുംബം. വിദ്യാഭ്യാസത്തിനുള്ള പ്രാഥമിക ഏജൻസിയായിട്ട് കരുതപ്പെടുന്നത് കുടുംബത്തിനെയാണ്. വിദ്യാഭ്യാസത്തിനുള്ള പ്രാഥമിക ഏജൻസിയായിട്ട് കരുതപ്പെടുന്നത് കുടുംബത്തിനെയാണ്. ഫാമിലി എന്ന പദം രൂപം കൊണ്ടത് ഭൃത്യൻ എന്നർത്ഥം വരുന്ന ഫാമിലസ് എന്ന റോമൻ പദത്തിൽ നിന്നാണ്. ഫാമിലി എന്ന പദം രൂപം കൊണ്ടത് ഭൃത്യൻ എന്നർത്ഥം വരുന്ന ഫാമുലസ് എന്ന റോമൻ പദത്തിൽ നിന്നാണ്. ഫാമിലി എന്ന പദം രൂപം കൊണ്ടത് ഭൃത്യൻ എന്നർത്ഥം വരുന്ന ഫാമുലസ് എന്ന റോമൻ പദത്തിൽ നിന്നാണ്.
കുടുംബത്തിൻ്റെ വിദ്യാഭ്യാസ ധർമ്മങ്ങളുണ്ട് അല്ലെ. കുടുംബത്തിൻ്റെ വിദ്യാഭ്യാസ ധർമ്മങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് സമൂഹവൽക്കരണമാണ്. കുടുംബത്തിൻ്റെ വിദ്യാഭ്യാസ ധർമ്മങ്ങൾ എന്ന് പറയാൻ നേരത്തൊന്ന് സമൂഹവൽക്കരണം, രണ്ടാമത്തേത് സംസ്കൃതീകരണമാണ്. അക്യുമുലേഷൻ അല്ലെങ്കിൽ അക്യുൾട്രേഷൻ എന്നാണ് പറയുന്നത്. സംസ്കൃതിവൽക്കരണം, അതായത് അക്യുൾട്രേഷൻ എന്ന് പറയുന്നു. മൂന്നാമത്തേത് സ്വഭാവ രൂപവത്കരണം അല്ലെ. സ്വഭാവ രൂപവൽക്കരണം എന്നാണ് പറയുന്നത്. സ്വഭാവ രൂപവൽക്കരണം. കുടുംബത്തിൻ്റെ വിദ്യാഭ്യാസ ധർമ്മങ്ങൾ സമൂഹവൽക്കരണം, സംസ്കൃതിവൽക്കരണം, സ്വഭാവ രൂപവൽക്കരണം എന്നാണ് പറയുന്നത്. നാലാമത്തേത് വ്യക്തിത്വ വികസനമാണ് നാലാമത്തേത്. അഞ്ചാമത്തേത് സാൻമാർഗികവും മതപരവുമായ വിദ്യാഭ്യാസത്തിൻ്റെ കേന്ദ്രം അല്ലെ. സാൻമാർഗികവും മതപരവുമായ വിദ്യാഭ്യാസത്തിൻ്റെ കേന്ദ്രമാണ് അഞ്ചാമത്തേത്. ആറാമത്തേത് ആദ്യകാല വിദ്യാഭ്യാസത്തിൻ്റെ ഏജൻസിയാണ് ആറാമത്തേത് ആദ്യകാല വിദ്യാഭ്യാസത്തിൻ്റെ ഏജൻസിയാണ്. ഏഴാമത്തേത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ സഹായിക്കുക എന്ന് പറയുന്നതാണ്. നമ്മളിവിടെ നോക്കിയത് എന്താണ്? കുടുംബത്തിൻ്റെ വിദ്യാഭ്യാസ ധർമ്മങ്ങളാണ് നോക്കിയത്. ഒന്ന് സമൂഹവൽക്കരണമായിട്ടും, രണ്ടാമത്തേത് സംസ്കൃതീകരണമായിട്ടും, മൂന്നാമത്തേത് സ്വഭാവ രൂപവൽക്കരണമായിട്ടും, നാലാമത്തേത് വ്യക്തിത്വ വികസനമായിട്ടും, അഞ്ചാമത്തേത് സാൻമാർഗികവും മതപരവുമായ വിദ്യാഭ്യാസത്തിൻ്റെ കേന്ദ്രമായിട്ടും, 6 ആദ്യകാല വിദ്യാഭ്യാസത്തിൻ്റെ ഏജൻസിയായിട്ടും, 7 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ സഹായിക്കുക എന്ന ലക്ഷ്യമായിട്ടും കണക്കാക്കുന്നു. പിന്നീട് നമ്മൾ നോക്കുന്നത് പിയർ ഗ്രൂപ്പാണ്. എന്താണ് പിയർ ഗ്രൂപ്പ്? ഒരേ പ്രായത്തിലും സമൂഹ പദവിയിലും പെടുന്ന കുട്ടികളടങ്ങിയ ചെറു സംഘമാണ് പിയർ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരേ പ്രായപരിധിയിലും സമൂഹ പദവിയിലും പെടുന്ന കുട്ടികളടങ്ങിയ ചെറു സംഘമാണ് പിയർ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. കുടുംബത്തിന് പുറത്ത് രൂപം കൊള്ളുന്ന ആദ്യത്തെ സാമൂഹിക സംഘമാണ് പിയർ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. കുടുംബത്തിന് പുറത്ത് രൂപം കൊള്ളുന്ന ആദ്യത്തെ സാമൂഹിക സംഘമാണ് പിയർ ഗ്രൂപ്പ്. വിവിധ തരം പിയർ ഗ്രൂപ്പുകളുണ്ട് അല്ലെ. വിവിധ തരം പിയർ ഗ്രൂപ്പുകൾ കളിക്കൂട്ടങ്ങൾ, ഗ്യാങ്ങുകൾ, ക്ലിക്കുകൾ എന്നിവയാണ്. വിവിധ തരം പിയർ ഗ്രൂപ്പുകൾ ഏതാണ്? കളിക്കൂട്ടങ്ങൾ, ഗ്യാങ്ങുകൾ, ക്ലിക്കുകൾ എന്നിവയാണ് വിവിധ തരം പിയർ ഗ്രൂപ്പുകൾ. ഇനി കളിക്കൂട്ടങ്ങളുണ്ട്. പ്ലേ ഗ്രൂപ്പ് എന്നാണ് പറയുന്നത്. കളിക്കൂട്ടങ്ങൾ പ്ലേ ഗ്രൂപ്പാണ് അല്ലേ. കുട്ടികളുടെ സമൂഹവൽക്കരണത്തിനുള്ള ശക്തമായ ഒരു മാധ്യമമാണ് കളിക്കൂട്ടങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ കുട്ടികളുടെ സമൂഹവൽക്കരണത്തിനുള്ള ശക്തമായ ഒരു മാധ്യമം ആണ് കളിക്കൂട്ടങ്ങൾ. സംഘജീവിതത്തിലൂടെ അംഗങ്ങൾ അഹംബോധത്തിൽ നിന്ന് മോചനം നേടിത്തുടങ്ങുന്നു. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അതായത് കളിക്കൂട്ടങ്ങളുണ്ട്. വിവിധതരം പ്രിയ ഗ്രൂപ്പുകളിൽ നമ്മൾ കളിക്കൂട്ടങ്ങൾ എന്ന് പറയാൻ നേരത്ത് കുട്ടികളുടെ സമൂഹവൽക്കരണത്തിനുള്ള ശക്തമായ ഒരു മാധ്യമമാണ് കളിക്കൂട്ടങ്ങൾ. സംഘജീവിതത്തിലൂടെ അംഗങ്ങൾ അഹംബോധത്തിൽ നിന്ന് മോചനം നേടിത്തുടങ്ങുന്നു. അടുത്തത് ഗ്യാങ് ആണ്. എന്താണ് ഗ്യാങ്? കൗമാരകാലം മുതൽ യൗവനം വരെ നീണ്ടു നിൽക്കുന്ന ഒരു പ്രവണതയാണ് ഗ്യാങ്ങുകൾ എന്ന് പറയുന്നത്. അപ്പോൾ കൗമാരകാലം മുതൽ യൗവനം വരെ നീണ്ടു നിൽക്കുന്ന ഒരു പ്രവണതയാണ് ഗ്യാങ്ങുകൾ എന്ന് പറയുന്നത്. അപ്പോൾ കളിക്കൂട്ടങ്ങളിൽ നിന്ന് ഗ്യാങ്ങുകൾ ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ കൗമാരകാലം മുതൽ യൗവനം വരെ നീണ്ടു നിൽക്കുന്ന ഒരു പ്രവണതയാണ് ഗ്യാങ്ങുകൾ. കളിക്കൂട്ടങ്ങളിൽ നിന്ന് ഗ്യാങ്ങുകൾ ഉരുത്തിരിഞ്ഞു വരുന്നു. ഇനി അടുത്ത ക്ലിക്ക്. എന്താണ് ക്ലിക്ക് എന്ന് നമുക്കൊന്ന് നോക്കാം അല്ലേ. ക്ലിക്ക് എന്താണ്? 3-4 അംഗങ്ങളുള്ള ചെറു സംഘങ്ങളാണ് ക്ലിക്കുകൾ എന്ന് പറയുന്നത്. അപ്പോൾ 3-4 അംഗങ്ങളുള്ള ചെറു സംഘങ്ങളെയാണ് നമ്മൾ ക്ലിക്കുകൾ എന്ന് പറയുന്നത്. ഇനി വിദ്യാലയമുണ്ട്. എന്താണ് വിദ്യാലയം? വളരുന്ന തലമുറയുടെ വിദ്യാഭ്യാസത്തിന് സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഔപചാരിക ഏജൻസിയെ ആണ് നമ്മൾ വിദ്യാലയം എന്ന് വിശേഷിപ്പിക്കുന്നത്. വളരുന്ന തലമുറയുടെ വിദ്യാഭ്യാസത്തിന് സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഔപചാരിക ഏജൻസിയാണ് വിദ്യാലയമായി കണക്കാക്കുന്നത്. ഇപ്പോൾ കുട്ടികൾക്ക് അറിവ് നേടാനുള്ള പ്രധാന സ്രോതസ്സാണ് വിദ്യാലയം എന്ന് പറയുന്നത്. വിദ്യാലയം എന്ന് പറയുന്നത്. സത്യത്തെ അസത്യത്തിൽ നിന്നും വസ്തുതകളെ പ്രചാരണങ്ങളിൽ നിന്നും വേർതിരിച്ചറിയുവാനും അറിവുകളെ ജീവിത സന്ദർഭങ്ങളിൽ പ്രയോഗിക്കാനുമുള്ള കഴിവ് കുട്ടി നേടുന്നതും വിദ്യാലയത്തിൽ നിന്നാണ്. അപ്പോൾ സത്യത്തെ അസത്യത്തിൽ നിന്നും വസ്തുതകളെ പ്രചാരണങ്ങളിൽ നിന്നും വേർതിരിച്ചറിയുവാനും അറിവുകളെ ജീവിത സന്ദർഭങ്ങളിൽ പ്രയോഗിക്കാനുമുള്ള കഴിവ് കുട്ടി നേടുന്നത് വിദ്യാലയങ്ങളിൽ നിന്നാണ്. വിദ്യാലയത്തിൻ്റെ ധർമ്മങ്ങളുണ്ട്. എന്താണ് വിദ്യാലയത്തിൻ്റെ ധർമ്മങ്ങൾ? അറിവ് പകരുക, വ്യക്തിയെ അജ്ഞതയിൽ നിന്ന് മോചിപ്പിക്കുക, സമഗ്രവും ഒത്തിണക്കവുമുള്ളതുമായ വ്യക്തിത്വം വികസിപ്പിക്കുക, വ്യക്തിയെ ഭൗതികവും സാമൂഹികവുമായ പരിസ്ഥിതിയുമായിട്ട് ഇണക്കിച്ചേർക്കുക. വിദ്യാലയത്തിൻ്റെ ധർമ്മങ്ങളാണ് അറിവ് പകരുക, വ്യക്തിയെ അജ്ഞതയിൽ നിന്ന് മോചിപ്പിക്കുക, സമഗ്രവും ഒത്തിണക്കവുമുള്ളതുമായ വ്യക്തിത്വം വികസിപ്പിക്കുക, വ്യക്തിയെ ഭൗതികവും സാമൂഹികവുമായ പരിസ്ഥിതിയുമായിട്ട് ഇണക്കിച്ചേർക്കുക. പ്രഗത്ഭരായ കുട്ടികളെ കണ്ടെത്തി അവർക്ക് പറ്റിയ വിദ്യാഭ്യാസ സംവിധാനം ചെയ്യുക എന്നതും ഇവിടെയുള്ളതാണ്. പ്രഗത്ഭരായ കുട്ടികളെ കണ്ടെത്തി അവർക്ക് പറ്റിയ വിദ്യാഭ്യാസ സംവിധാനം ചെയ്യുക, തൊഴിൽ പരിശീലനം നൽകുകയും ഉൽപ്പാദനക്ഷമത പരിപോഷിപ്പിക്കുകയും ചെയ്യുക. സമൂഹത്തിലെ അംഗങ്ങൾക്ക് വ്യക്തിപരവും കൂട്ടായി ഉള്ളതുമായ ക്ഷേമവും ആനന്ദവും വളർത്താൻ പരിശ്രമിക്കുക. പഠിതാക്കളിൽ അന്വേഷണ ബുദ്ധിയും പരീക്ഷണ കൗതുകവും വളർത്തുക. പരീക്ഷകൾ നടത്തി സർട്ടിഫിക്കറ്റുകൾ നൽകുക. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്.
അപ്പോൾ നമ്മളിവിടെ നോക്കിയ കാര്യങ്ങൾ എന്താണ്? വിദ്യാലയത്തിൻ്റെ ധർമ്മങ്ങൾ: അറിവ് പകരുക, വ്യക്തിയെ അജ്ഞതയിൽ നിന്ന് മോചിപ്പിക്കുക, സമഗ്രവും ഒത്തിണക്കവും ഉള്ളതുമായ വ്യക്തിത്വം വികസിപ്പിക്കുക, വ്യക്തിയെ ഭൗതികവും സാമൂഹികവുമായ പരിസ്ഥിതിയുമായിട്ട് ഇണക്കി ചേർക്കുക, പ്രഗത്ഭരായ കുട്ടികളെ കണ്ടെത്തി അവർക്ക് പറ്റിയ വിദ്യാഭ്യാസ സംവിധാനം ചെയ്യുക, തൊഴിൽ പരിശീലനം നൽകുക, ഉൽപാദനക്ഷമത പരിപോഷിപ്പിക്കുക, സമൂഹത്തിലെ അംഗങ്ങൾക്ക് വ്യക്തിപരവും കൂട്ടായി ഉള്ളതുമായ ക്ഷേമവും ആനന്ദവും വളർത്താനായിട്ട് പരിശ്രമിക്കുക, പഠിതാക്കളിൽ അന്വേഷണ ബുദ്ധിയും പരീക്ഷണ കൗതുകവും വളർത്തുക, പരീക്ഷകൾ നടത്തി സർട്ടിഫിക്കറ്റുകൾ നൽകുക എന്നിവയാണ് ഇതിൽ ഉള്ളത്. ഇനി സമുദായമുണ്ട്, അഥവാ കമ്മ്യൂണിറ്റി ഉണ്ട്. എന്താണ് സമുദായം അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി? ഏറ്റവും വലിയ അനൗപചാരിക സാമൂഹിക സംഘമാണ് സമുദായം എന്ന് പറയുന്നത്. ഏറ്റവും വലിയ അനൗപചാരിക സാമൂഹിക സംഘമാണ് സമുദായം. ഒരു പ്രത്യേക പ്രദേശത്ത് ഒരുമിച്ച് ജീവിച്ച് പൊതുവായ പാരമ്പര്യ വിധികളും നാട്ടുനടപ്പുകളും ആചാരങ്ങളും പങ്കുവയ്ക്കുന്ന ഒരു കൂട്ടം ജനങ്ങളാണ് സമുദായം എന്ന് പറയുന്നത്. ഒരു പ്രത്യേക പ്രദേശത്ത് ഒരുമിച്ച് ജീവിച്ച് പൊതുവായ പാരമ്പര്യ വിധികളും നാട്ടുനടപ്പുകളും ആചാരങ്ങളും പങ്കുവയ്ക്കുന്ന ഒരു കൂട്ടം ജനങ്ങളാണ് സമുദായം എന്ന പേരിൽ അറിയപ്പെടുന്നത്. സമുദായത്തിൻ്റെ വിവിധ ധർമ്മങ്ങളുണ്ട്, അല്ലെങ്കിൽ സമുദായത്തിൻ്റെ വിദ്യാഭ്യാസ ധർമ്മങ്ങളുണ്ട്. എന്താണ് സമുദായത്തിൻ്റെ വിദ്യാഭ്യാസ ധർമ്മങ്ങളെന്ന് പറയുന്നത്? സമുദായത്തിൻ്റെ വിദ്യാഭ്യാസ ധർമ്മങ്ങൾ സമുദായം ശിശുവിനെ സമൂഹവൽക്കരിക്കുന്നു എന്നതാണ്. സമുദായം ശിശുവിനെ സമൂഹവൽക്കരിക്കുന്നുണ്ട്. ഓരോ പ്രദേശത്തിനും അനുയോജ്യമായ വിവിധ തരത്തിലുള്ള വിദ്യാലയങ്ങൾ സ്ഥാപിക്കുന്നു. ഓരോ പ്രദേശത്തിനും അനുയോജ്യമായ വിവിധ തരത്തിലുള്ള വിദ്യാലയങ്ങൾ സ്ഥാപിക്കുന്നു. ഉദ്ദേശ്യങ്ങൾക്കും പാഠ്യപദ്ധതിക്കും മറ്റും രൂപം നൽകി സമുദായം വിദ്യാഭ്യാസത്തെ നിയന്ത്രിക്കുന്നു. അപ്പോൾ ഉദ്ദേശ്യങ്ങൾക്കും പാഠ്യപദ്ധതികൾക്കും മറ്റും രൂപം നൽകി സമുദായം വിദ്യാഭ്യാസത്തെ നിയന്ത്രിക്കുന്നു. ഓരോ പ്രദേശത്തെയും വ്യത്യസ്ത വിദ്യാഭ്യാസ ഏജൻസികളുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നു. ഓരോ പ്രദേശത്തെയും വ്യത്യസ്ത വിദ്യാഭ്യാസ ഏജൻസികളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നു. വിദ്യാലയങ്ങളിലെ പഠിതാക്കളുടെ വിദ്യാഭ്യാസ നിലവാരം നിർദ്ദേശിക്കുന്നു. വിദ്യാലയങ്ങളിലെ പഠിതാക്കളുടെ വിദ്യാഭ്യാസ നിലവാരം നിർദ്ദേശിക്കുന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നു. അപ്പോൾ ഇതൊക്കെയാണ് സമുദായത്തിൻ്റെ വിദ്യാഭ്യാസ ധർമ്മങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ സമുദായത്തിൻ്റെ വിദ്യാഭ്യാസ ധർമ്മങ്ങൾ എന്തെല്ലാമാണ്? സമുദായം ശിശുവിനെ സമൂഹവൽക്കരിക്കുന്നു. ഓരോ പ്രദേശത്തിനും അനുയോജ്യമായ വിവിധ തരത്തിലുള്ള വിദ്യാലയങ്ങൾ സ്ഥാപിക്കുന്നു. ഉദ്ദേശ്യങ്ങൾക്കും പാഠ്യപദ്ധതികൾക്കും മറ്റും രൂപം നൽകി സമുദായം വിദ്യാഭ്യാസത്തെ നിയന്ത്രിക്കുന്നു. ഓരോ പ്രദേശത്തെയും വ്യത്യസ്ത വിദ്യാഭ്യാസ ഏജൻസികളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നു. വിദ്യാലയങ്ങളിലെ പഠിതാക്കളുടെ വിദ്യാഭ്യാസ നിലവാരം നിർദ്ദേശിക്കുന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നു. ഇനി അടുത്ത ഭരണകൂടത്തെക്കുറിച്ച് നമുക്ക് നോക്കാം. എന്താണ് ഭരണകൂടം? ഭരണകൂടം ജനങ്ങളെ ഭരിക്കുന്നതിന് വേണ്ടി സംവിധാനം ചെയ്യുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ സംഘമാണ് ഭരണകൂടം എന്ന് പറയുന്നത്. അപ്പോൾ ജനങ്ങളെ ഭരിക്കുന്നതിന് വേണ്ടി സംവിധാനം ചെയ്യുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ സംഘമാണ് ഭരണകൂടം. ഇനി ഭരണകൂടത്തിൻ്റെ വിദ്യാഭ്യാസ ധർമ്മങ്ങളുണ്ട്. ഭരണകൂടത്തിൻ്റെ വിദ്യാഭ്യാസ ധർമ്മങ്ങൾ എന്തെല്ലാമാണ്? വിദ്യാലയങ്ങൾ സ്ഥാപിക്കുക, നിർബന്ധിത പ്രാഥമിക വിദ്യാഭ്യാസം ഏർപ്പെടുത്തുക, വിദ്യാഭ്യാസത്തിൻ്റെ ചെലവ് വഹിക്കുക, വിദ്യാഭ്യാസ ലക്ഷ്യങ്ങൾ നിർണ്ണയിക്കുക, പാഠ്യപദ്ധതിയും പാഠപുസ്തകങ്ങളും നിർദ്ദേശിക്കുക, നിയന്ത്രണവും മാർഗദർശനവും, അധ്യാപകരുടെ ലഭ്യതയും നിയമനവും ഉറപ്പുവരുത്തുക, ഗുണനിലവാരം പാലിക്കുക, പൗരത്വ പരിശീലനം ചെയ്യിക്കുക, വിദ്യാഭ്യാസ ഗവേഷണം സംഘടിപ്പിക്കുക, ദേശീയ സംസ്ഥാന വിദ്യാഭ്യാസ സമിതികൾ രൂപീകരിക്കുക. ഇതൊക്കെയാണ് അതിലുള്ളത്. അപ്പോൾ നമ്മൾ നോക്കിയാൽ എന്തെല്ലാമാണ് ഈ പറയുന്ന ദേശീയ വിദ്യാഭ്യാസ സമിതികളെന്ന് നമുക്കൊന്ന് നോക്കിയേക്കാം അല്ലേ. ദേശീയ വിദ്യാഭ്യാസ സമിതികൾ, ദേശീയ സംസ്ഥാന വിദ്യാഭ്യാസ സമിതികൾ ഏതെല്ലാമാണ്? കാബെ എന്ന് പറയുന്നുണ്ട്. കാബെ അതായത് സെൻട്രൽ അഡ്വൈസറി ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന കേന്ദ്ര വിദ്യാഭ്യാസ ഉപദേശക സമിതിയാണ്. അടുത്തത് NCERT ആണ്, അതായത് നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷൻ ആണ് NCERT എന്ന് പറയുന്നത്. നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ് എന്നുള്ളതാണ് പൂർണ്ണരൂപം. അടുത്തത് RIE എന്ന് പറയുന്നത്. RIE അതായത് റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ആണ്. RIE എന്ന് പറയുന്നത് റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ. അടുത്തത് NIEPA എന്ന് പറയും. NIEPA അതായത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ പ്ലാനിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്നാണ് പറയുന്നത്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ പ്ലാനിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ, അതാണ് NIEPA എന്ന് പറയുന്നത്. അടുത്തത് NIOS ആണ്. NIOS നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് എന്നാണ് പറയുന്നത്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഓഫ് ഓപ്പൺ സ്കൂളിംഗ്, അതാണ് NIOS. അടുത്തത് NAAC ആണ്. NAAC നാഷണൽ അസസ്മെൻറ്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ എന്നാണ് പറയുന്നത്. നാഷണൽ അസസ്മെൻറ്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിലാണ് NAC. അടുത്തത് NCTE. NCTE എന്ന് വെച്ചാൽ നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ എന്നാണ് പറയുന്നത്. നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ, അതാണ് NCTE എന്ന് പറയുന്നത്. അടുത്തത് SEERT എന്ന് വെച്ചാൽ സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷൻ ആണ്
ഈ പറയുന്ന SCRT, സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ് ആണ് SCRT എന്ന പേരിൽ അറിയപ്പെടുന്നത്. അടുത്തത് CMAT എന്ന് പറയും. CMAT എന്താണ്? CMAT സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ മാനേജ്മെൻറ്റ് ആൻഡ് ട്രെയിനിങ്. അതാണ് സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ മാനേജ്മെൻറ്റ് ആൻഡ് ട്രെയിനിങ്. അതാണ് CMAT എന്ന പേരിൽ അറിയപ്പെടുന്നത്. അടുത്തത് SIET ഉണ്ട്. സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ ടെക്നോളജി എന്നാണ് അതറിയപ്പെടുന്നത്. സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ ടെക്നോളജി, അതാണ് CET എന്ന പേരിൽ അറിയപ്പെടുന്നത്. പിന്നീടുള്ളത് കൈറ്റ് ആണ്. KITE ആണ് കൈറ്റ്. അതായത് കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ എന്നാണ് ഇതറിയപ്പെടുന്നത്. കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ, അതാണ് കൈറ്റ്. പിന്നെയുള്ളത് ഡയറ്റ് ആണ്. ഡയറ്റ് ഡിസ്ട്രിക്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ആണ് ഡയറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഡിസ്ട്രിക്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. പിന്നീടുള്ളത് BRC ആണ്. ബ്ലോക്ക് റിസോഴ്സ് സെൻ്റർ ആണ് BRC. പിന്നീടുള്ളത് CRC ആണ്. CRC എന്ന് വെച്ചാൽ ക്ലസ്റ്റർ റിസോഴ്സ് സെൻ്റർ ആണ് CRC എന്ന് പറയുന്നത്. പിന്നെയുള്ളത് IASE ആണ്. എന്ന് വെച്ചാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് ഇൻ എഡ്യൂക്കേഷൻ എന്നാണ് പറയുന്നത്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് ഇൻ എഡ്യൂക്കേഷൻ, അതാണ് IASE. പിന്നീടുള്ളത് CTE ആണ്. CTE എന്ന് വെച്ചാൽ കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ, അതാണ് CTE എന്ന് പറയുന്ന കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ ആണ് CTE എന്ന് പറയുന്നത്. പിന്നീട് CABE ആണ്. സെൻട്രൽ അഡ്വൈസറി ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ ആണ് CABE. സെൻട്രൽ അഡ്വൈസറി ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ ആണ് CABE. സെൻട്രൽ അഡ്വൈസറി ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ ആണ് CABE. പിന്നീടുള്ളത് എന്താണ്? കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റിന് വിദ്യാഭ്യാസപരമായി നിർദ്ദേശങ്ങൾ നൽകുന്ന സ്ഥാപനമാണ് CABE എന്ന് പറയുന്നത്. അപ്പോൾ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റിന് വിദ്യാഭ്യാസപരമായിട്ട് നിർദ്ദേശങ്ങൾ നൽകുന്ന സ്ഥാപനത്തിനെയാണ് നമ്മൾ CABE എന്ന പേരിൽ വിശേഷിപ്പിക്കുന്നത്. CABE എന്ന് വെച്ചാൽ ഏതാണ്? സെൻട്രൽ അഡ്വൈസറി ബോർഡ് ഓഫ് എഡ്യൂക്കേഷനാണ് CABE എന്ന പേരിൽ അറിയപ്പെടുന്നത്. കേന്ദ്ര വിദ്യാഭ്യാസ ഉപദേശക സമിതി CABE നിലവിൽ വന്ന വർഷം 1920 ആണ്. 1920 ആണ് CABE നിലവിൽ വന്ന വർഷം. 1923 ഇത് പിരിച്ചുവിടുകയും 1935 വീണ്ടും നിലവിൽ വരികയും ചെയ്തതാണ് ഇത്. 1920 എന്ന് പറയുന്ന വർഷമാണ് CABE നിലവിൽ വന്നത്. 1923 ഇത് പിരിച്ചുവിടപ്പെട്ടു. 1935 ഇത് വീണ്ടും നിലവിൽ വരികയും ചെയ്യുകയുണ്ടായി. CABE നിലവിൽ വന്നത് ഏത് കമ്മീഷൻ്റെ ശുപാർശ പ്രകാരമാണ്? കൽക്കട്ട യൂണിവേഴ്സിറ്റി കമ്മീഷൻ്റെ ശുപാർശ പ്രകാരമാണ് CABE നിലവിൽ വന്നത്. CABE നിലവിൽ വന്നത് കൽക്കട്ട യൂണിവേഴ്സിറ്റി കമ്മീഷൻ്റെ ശുപാർശ പ്രകാരമാണ്. CABE വീണ്ടും നിലവിൽ വരാൻ ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് ഹാർത്തോഗ് കമ്മിറ്റിയാണ്. CABE വീണ്ടും നിലവിൽ വരാൻ ശുപാർശ ചെയ്ത കമ്മിറ്റി എന്ന് പറയുന്നത് ഹാർത്തോഗ് കമ്മിറ്റിയാണ്. 1929 ഹാർത്തോഗ് കമ്മിറ്റി നിലവിൽ വന്നത്. രാമമൂർത്തി കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ പരിഗണിച്ചുകൊണ്ട് 1986 ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ മാറ്റം വരുത്തുന്നതിനായിട്ട് CABEയുടെ അഭ്യർത്ഥന പ്രകാരം രൂപീകരിക്കപ്പെട്ട കമ്മിറ്റിയാണ് ജനാർദ്ദന റെഡ്ഡി കമ്മിറ്റി എന്ന് പറയുന്നത്. രാമമൂർത്തി കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ പരിഗണിച്ചുകൊണ്ട് 1986 ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നതിനായി CABEൻ്റെ അഭ്യർത്ഥന പ്രകാരം രൂപീകരിക്കപ്പെട്ട കമ്മിറ്റിയാണ് ജനാർദ്ദന റെഡ്ഡി കമ്മിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ജനാർദ്ദന റെഡ്ഡി കമ്മിറ്റി അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് CABE കമ്മിറ്റി. ജനാർദ്ദന റെഡ്ഡി കമ്മിറ്റി അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് CABE കമ്മിറ്റി എന്നത്. CABE കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരെല്ലാമാണ്? അതായത് CABEലെ അംഗങ്ങൾ ആരെല്ലാമാണ്? ലോക്സഭ, രാജ്യസഭ, കേന്ദ്ര സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ സർക്കാരിൽ നിന്നുള്ള പ്രതിനിധികൾ, ഇവരെല്ലാമാണ് ഇതിലെ അംഗങ്ങൾ. അപ്പോൾ CABEലെ അംഗങ്ങൾ ആരെന്ന് ചോദിച്ചാൽ ലോക്സഭ, രാജ്യസഭ, കേന്ദ്ര സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ സർക്കാരിൽ നിന്നുള്ള പ്രതിനിധികൾ, ഇവരെല്ലാമാണ് ഇതിലെ അംഗങ്ങൾ. ഇനി NCERT, നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ് എന്ന് പറയുന്ന NCERT. NCERT സ്ഥാപിതമായ വർഷം 1961 NCERT സ്ഥാപിതമായത്. NCERTയുടെ ആസ്ഥാനമായിട്ട് കണക്കാക്കുന്ന ന്യൂഡൽഹിയാണ്. അപ്പോൾ ന്യൂഡൽഹിയാണ് NCERTയുടെ ആസ്ഥാനമായിട്ട് കണക്കാക്കുന്നത്. NCERTയുടെ ചുമതലകളുണ്ട്. എന്തെല്ലാമാണ് NCERTയുടെ ചുമതലകൾ? ദേശീയ തലത്തിൽ CBSE സ്കൂളുകൾക്ക് ആവശ്യമായ പാഠപുസ്തകങ്ങളും പാഠ്യപദ്ധതിയും തയ്യാറാക്കലാണ്. CBSE സ്കൂളുകൾക്ക് ആവശ്യമായ പാഠപുസ്തകങ്ങളും പാഠ്യപദ്ധതിയും തയ്യാറാക്കലാണ് NCERTയുടെ പ്രധാനപ്പെട്ട ചുമതലകൾ. സംസ്ഥാനങ്ങൾക്ക് മാർഗദർശകമായിട്ട് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെക്കുറിച്ച് ഗവേഷണങ്ങൾ നടത്തുക, ദേശീയ പാഠ്യപദ്ധതി ചട്ടക്കൂടുകൾ തയ്യാറാക്കുക, പുതിയ പഠനതന്ത്രങ്ങളും സാമഗ്രികളും വികസിപ്പിക്കുക, പ്രീ സർവീസ്, ഇൻ സർവീസ് പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കുക, വിവരവിനിമയ സാങ്കേതികവിദ്യയുടെ വികാസം കണ്ടെത്തുക. ഇനി NCERTയുടെ പ്രധാനപ്പെട്ട പ്രസിദ്ധീകരണങ്ങൾ ഏതെല്ലാമെന്ന് നമുക്ക് നോക്കാം അല്ലേ. NCERTയുടെ പ്രധാനപ്പെട്ട പ്രസിദ്ധീകരണങ്ങൾ ഏതെല്ലാമാണ്? ജേർണൽ ഓഫ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ, ദ പ്രൈമറി ടീച്ചർ, സ്കൂൾ സയൻസ്. ജേർണൽ ഓഫ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ, ദ പ്രൈമറി ടീച്ചർ, സ്കൂൾ സയൻസ്, ഇവയാണ് NCERTയുടെ പ്രസിദ്ധീകരണങ്ങൾ. അധ്യാപക പരിശീലനങ്ങൾക്കുള്ള കേന്ദ്ര സർക്കാർ സ്ഥാപനമാണ് NCERT. അധ്യാപക പരിശീലനങ്ങൾക്കുള്ള കേന്ദ്ര സർക്കാർ സ്ഥാപനമാണ് NCERT എന്നത്. പ്രീ സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ അക്കാദമിക ഉത്തരവാദിത്വം നിക്ഷിപ്തമായിരിക്കുന്ന സംസ്ഥാനതല സ്ഥാപനമാണ് SCERT എന്നത്.
പ്രീ സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ അക്കാദമിക ഉത്തരവാദിത്വം നിക്ഷിപ്തമായിരിക്കുന്ന സംസ്ഥാനതല സ്ഥാപനമാണ് SCERT. NCERTയുടെ മാർഗദർശനത്തോടെ സംസ്ഥാന തലത്തിൽ വിദ്യാഭ്യാസ നിലവാരം കാത്തുസൂക്ഷിക്കാൻ ചുമതലപ്പെട്ട സമാന്തര സ്ഥാപനമാണ് SCERT എന്ന് പറയുന്നത്. NCERTയുടെ മാർഗനിർദ്ദേശത്തോടെ സംസ്ഥാന തലത്തിൽ വിദ്യാഭ്യാസ നിലവാരം കാത്തുസൂക്ഷിക്കുവാൻ ചുമതലപ്പെട്ട സമാന്തര സ്ഥാപനത്തിൻ്റെ പേരാണ് SCERT. 1994 SCERT സ്ഥാപിതമായത്. ഇനി നമുക്ക് RIE റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷനെ കുറിച്ച് ഒന്ന് പഠിക്കാം. റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ NCERTയുടെ മേഖല തിരിച്ചുള്ള യൂണിറ്റുകളാണ് RIEകൾ എന്ന് പറയുന്നത്. NCERTയുടെ മേഖല തിരിച്ചുള്ള യൂണിറ്റുകളാണ് RIEകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. പ്രീ സ്കൂൾ മുതൽ സെക്കൻഡറി തലം വരെയുള്ള അധ്യാപക പരിശീലന പരിപാടികളാണ് RIEകൾ സംഘടിപ്പിക്കുന്നത്. പ്രീ സ്കൂൾ തലം മുതൽ സെക്കൻഡറി തലം വരെയുള്ള അധ്യാപക പരിശീലന പരിപാടികളാണ് RIEകൾ സംഘടിപ്പിക്കുന്നത്. നിലവിലുള്ള 5 RIEകൾ റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ഉണ്ട്. അതിൽ ഒന്നാമത്തേത് RIE അജ്മീറാണ്. RIE അജ്മീർ. അടുത്തത് RIE ഭോപ്പാലാണ്. RIE ഭോപ്പാൽ. RIE ഭുവനേശ്വറുണ്ട്. RIE ഭുവനേശ്വർ. RIE ഷില്ലോങ് ഉണ്ട്. RIE മൈസൂർ. ഇപ്പം മൈസൂർ, ഷില്ലോങ്, ഭുവനേശ്വർ, ഭോപ്പാൽ, അജ്മീർ എന്നിവിടങ്ങളിലാണ് റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ നിലവിൽ പ്രവർത്തിച്ചു വരുന്നത്. അജ്മീർ, ഭോപ്പാൽ, ഭുവനേശ്വർ, മൈസൂർ എന്നീ RIകളോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ഡെമോൺസ്ട്രേഷൻ മൾട്ടിപർപ്പസ് സ്കൂൾ എന്ന് പറയുന്ന DMS. അജ്മീർ, ഭോപ്പാൽ, ഭുവനേശ്വർ, മൈസൂർ എന്നീ റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷനോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ഡെമോൺസ്ട്രേഷൻ മൾട്ടിപർപ്പസ് സ്കൂൾ അഥവാ DMS എന്ന് പറയുന്നത്. നൂതനമായ പഠനബോധന മാതൃകകൾ വികസിപ്പിക്കുന്നതിനും ട്രൈ ഔട്ട് നടത്തുന്നതിനുമുള്ള കേന്ദ്രങ്ങളാണ് DMS എന്ന് പറയുന്നത്. ഇപ്പോൾ നൂതനമായ പഠനബോധന മാതൃകകൾ വികസിപ്പിക്കുന്നതിനും ട്രൈ ഔട്ട് നടത്തുന്നതിനുമുള്ള കേന്ദ്രങ്ങളാണ് DMS എന്നത്. NIEPA എന്ന് വെച്ചാൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ പ്ലാനിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്നാണ് ഇത് പറയുന്നത്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ പ്ലാനിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. വിദ്യാഭ്യാസ ആസൂത്രണത്തിനും ഭരണത്തിനും വേണ്ടിയുള്ള ദേശീയ സമിതി. വിദ്യാഭ്യാസ ആസൂത്രണത്തിനും ഭരണത്തിനും വേണ്ടിയുള്ള ദേശീയ സമിതി, അതാണ് NIEPA. NIEPക്ക് കൽപ്പിത സർവകലാശാല പദവി നൽകിയത് 2006 വിദ്യാഭ്യാസ ആസൂത്രണത്തിനും ഭരണത്തിനും വേണ്ടിയുള്ള ദേശീയ സമിതിയാണ് NIEPA എന്നത്. NIEPAക്ക് കൽപ്പിത സർവകലാശാല പദവി നൽകിയത് 2006 അടുത്തത് NIOS ആണ്. NIOS എന്ന് വെച്ചാൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് എന്നാണ് പറയുന്നത്. NIOS നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ്. വിദൂര വിദ്യാഭ്യാസത്തിനായുള്ള ഒരു ബോർഡാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് എന്നത്. വിദൂര വിദ്യാഭ്യാസത്തിനായുള്ള ഒരു ബോർഡാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് എന്നത്. NIOS നിലവിൽ വന്നത് 1989 NIOS നിലവിൽ വന്നത് 1989 CBSEക്കും ICSE സെക്കൻഡറി, സീനിയർ സെക്കൻഡറി പരീക്ഷകൾ ഓപ്പൺ സ്കൂളിനായി നടത്തുന്ന ചുമതല വഹിക്കുന്നതാണ് NIOS. CBSEക്കും ICSE സെക്കൻഡറി, സീനിയർ സെക്കൻഡറി പരീക്ഷകൾ ഓപ്പൺ സ്കൂളിനായി നടത്തുന്ന ചുമതല വഹിക്കുന്ന സ്ഥാപനമാണ് NIOS എന്നത്. അടുത്തത് നമുക്ക് NAACനെ കുറിച്ച് നോക്കാം. NAAC എന്ന് വെച്ചാൽ NAAC ആണ്. നാഷണൽ അസസ്മെൻറ്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ എന്നതാണ് NAACൻ്റെ പൂർണ്ണരൂപം. നാഷണൽ അസസ്മെൻറ്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ എന്നതാണ് NAACൻ്റെ പൂർണ്ണരൂപം. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ വിലയിരുത്താനും അംഗീകാരം നൽകുവാനുമായി UGC 1994 രൂപം കൊടുത്ത സ്ഥാപനമാണ് NAAC എന്നത്. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ വിലയിരുത്താനും അംഗീകാരം നൽകുവാനുമായി UGC 1994 രൂപം കൊടുത്ത സ്ഥാപനമാണ് NAAC അഥവാ NAAC. NAACൻ്റെ ആസ്ഥാനം എവിടെയാണ്? NAACയുടെ ആസ്ഥാനം ബാംഗ്ലൂരിലാണ്. അപ്പോൾ NAACയുടെ ആസ്ഥാനം ബാംഗ്ലൂരിലാണ് ഉള്ളത്. അധ്യാപക വിദ്യാഭ്യാസ പരിശീലന പദ്ധതിയുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ചതാണ് നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ എന്നത്. അധ്യാപക വിദ്യാഭ്യാസ പരിശീലന പദ്ധതിയുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ചതാണ് നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ എന്നത്. യൂണിവേഴ്സിറ്റി ഗ്രാൻറ്റ്സ് കമ്മീഷൻ രൂപവത്കരണത്തിന് കാരണമായ കമ്മീഷൻ ഏതാണ്? യൂണിവേഴ്സിറ്റി ഗ്രാൻറ്റ്സ് കമ്മീഷൻ്റെ രൂപവത്കരണത്തിന് കാരണമായ കമ്മീഷൻ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷനാണ്. അത് ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷനാണ്. അപ്പോൾ യൂണിവേഴ്സിറ്റി ഗ്രാൻറ്റ്സ് കമ്മീഷൻ്റെ രൂപവത്കരണത്തിന് കാരണമായ കമ്മീഷൻ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷനാണ്. ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷനാണ് അത്. UGC നിലവിൽ വന്ന വർഷം വർഷമാണ് 1953 UGC നിലവിൽ വന്നത്. അപ്പോൾ UGC നിലവിൽ വന്ന വർഷം 1953 യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ UGC ഉദ്ഘാടനം ചെയ്തത് 1953 ഡിസംബർ 28 യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് 1953 ഡിസംബർ 28 എന്നാൽ
പാർലമെൻറ്റ് UGC ആക്ട് പാസ്സാക്കിയത് 1956-ലാണ്. 1953 ഡിസംബർ 28 അതാണ് പാർലമെൻറ്റ് UGC ആക്ട് പാസ്സാക്കിയത് 1956-ലാണ്. യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ്റെ ആദ്യ അധ്യക്ഷനായിട്ട് നിയമിതനായത് ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ്റെ ആദ്യ അധ്യക്ഷൻ ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. UGCയുടെ ആദ്യത്തെ ചെയർമാൻ. UGCയുടെ ആദ്യത്തെ ചെയർമാൻ ആരാണ്? ശാന്തി സ്വരൂപ് ഭട്നാഗറാണ് UGCയുടെ ആദ്യത്തെ ചെയർമാനായി അറിയപ്പെടുന്നത്. ശാന്തി സ്വരൂപ് ഭട്നാഗറാണ് UGCയുടെ ആദ്യ ചെയർമാനായിട്ട് അറിയപ്പെടുന്നത്. ശാന്തി സ്വരൂപ് ഭട്നാഗറാണ്. UGC ഉദ്ഘാടനം ചെയ്തത് അബ്ദുൽ കലാം ആസാദാണ്. UGC ഉദ്ഘാടനം ചെയ്തത് അബ്ദുൽ കലാം ആസാദാണ്. UGCയുടെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. UGCയുടെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. UGCയുടെ ആപ്തവാക്യം ഗ്യാൻ വിജ്ഞാൻ വിമുക്തയെ എന്നതാണ്. ഗ്യാൻ വിജ്ഞാൻ വിമുക്തയെ എന്ന് വെച്ചാൽ അറിവാണ് മോചനം എന്നുള്ളതാണ് UGCയുടെ ആപ്തവാക്യം. അറിവാണ് മോചനം, അതായത് ഗ്യാൻ വിജ്ഞാൻ വിമുക്തയെ, നോളജ് ലിബറേറ്റ്സ്, അറിവാണ് മോചനം എന്ന് പറയുന്നതാണ് UGCയുടെ ആപ്തവാക്യം. UGC AICTE യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷനും ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ എന്നിവയ്ക്ക് പകരമായിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന സ്ഥാപനമാണ് ഹീര എന്നത്. ഹീര എന്ന് പറഞ്ഞാൽ ഹയർ എഡ്യൂക്കേഷൻ എംപവർമെൻറ്റ് റെഗുലേഷൻ ഏജൻസി എന്നതാണ്. ഹയർ എഡ്യൂക്കേഷൻ എംപവർമെൻറ്റ് റെഗുലേഷൻ ഏജൻസി എന്നതാണ് ഹീര എന്ന ആ സ്ഥാപനത്തിൻ്റെ പൂർണ്ണമായ രൂപം എന്ന് പറയുന്നത്. അടുത്ത NCTE ഉണ്ട്, അതായത് നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷനാണ് NCTE എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ NCTE എന്ന് വെച്ചാൽ നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷനാണ്. നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ രൂപീകൃതമായത് 1995-ലാണ്. 1995-ലാണ് നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ രൂപീകൃതമായത്. NCTEയുടെ ആസ്ഥാനം ന്യൂഡൽഹിയാണ് NCTEയുടെ ആസ്ഥാനം. NCTE വിഭാവനം ചെയ്യുന്നത് ഭരണഘടനാപരമായ അധികാരങ്ങളും ഭാരതത്തിലെ അധ്യാപക വിദ്യാഭ്യാസ സമ്പ്രദായത്തെ വേണ്ടപോലെ പരിവർത്തനം ചെയ്യാനുള്ള അവകാശവുമാണ്. NCTE വിഭാവനം ചെയ്യുന്നത് അധ്യാപക വിദ്യാഭ്യാസ സമ്പ്രദായത്തെ വേണ്ടപോലെ പരിവർത്തനം ചെയ്യാനുള്ള അവകാശവും ഭരണഘടനാപരമായ അധികാരങ്ങളുമാണ് NCTE വിഭാവനം ചെയ്യുന്നത്. നാഷണൽ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ. ഇനി നമുക്ക് SCERT കുറിച്ച് നോക്കാം. എന്താണ് SCERT പറയുന്നത്? സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ ആൻഡ് റിസർച്ച് ട്രെയിനിങ് ആണ് SCERT എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ ആൻഡ് റിസർച്ച് ട്രെയിനിങ് ആണ് SCERT എന്ന് പറയുന്നത്. സംസ്ഥാനത്തെ സ്കൂൾ വിദ്യാഭ്യാസത്തിന് അക്കാദമിക നേതൃത്വം നൽകുന്ന സ്വയംഭരണ സ്ഥാപനമാണ് SCERT എന്നത്. സംസ്ഥാനത്തെ സ്കൂൾ വിദ്യാഭ്യാസത്തിന് അക്കാദമിക നേതൃത്വം നൽകുന്ന സ്വയംഭരണ സ്ഥാപനമാണ് SCERT എന്നത്. ഇത് സ്ഥാപിതമായത് 1994-ലാണ്. ഇത് സ്ഥാപിതമായത് 1994-ലാണ് SCERT സ്ഥാപിതമായത്. പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ചെയർമാനും പൊതുവിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി വൈസ് ചെയർമാനും ആയ ഗവേണിംഗ് ബോഡിയാണ് SCERTയുടെ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നത്. പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ചെയർമാനും പൊതുവിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി വൈസ് ചെയർമാനുമായ ഗവേണിംഗ് ബോഡിയാണ് SCERTയുടെ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നത്. SCERTയിൽ ഉൾപ്പെടുന്ന 6 വിഭാഗങ്ങളുണ്ട്. 6 വിഭാഗങ്ങൾ: പാഠ്യപദ്ധതിയും മൂല്യനിർണ്ണയവും, അധ്യാപക വിദ്യാഭ്യാസം, വിദ്യാഭ്യാസ സാങ്കേതിക വിദ്യ, കലാകായിക തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം, അനൗപചാരിക വിദ്യാഭ്യാസം, വിദ്യാഭ്യാസ ഗവേഷണം, ഡോക്യുമെൻറ്റേഷൻ. SCERTയുടെ പ്രധാന ചുമതല കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സ്കൂളുകൾക്കുള്ള പാഠ്യപദ്ധതിയും പാഠപുസ്തകങ്ങളും തയ്യാറാക്കുക എന്നുള്ളതാണ്. SCERTയുടെ പ്രധാന ചുമതലയാണ് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സ്കൂളുകൾക്കുള്ള പാഠ്യപദ്ധതിയും പാഠപുസ്തകങ്ങളും തയ്യാറാക്കുക എന്നുള്ളത്. SCERTയിൽ ഉൾപ്പെട്ടിട്ടുള്ള 6 വിഭാഗങ്ങളാണ്. 1. പാഠ്യപദ്ധതിയും മൂല്യനിർണ്ണയവും എന്നത്. 2. അധ്യാപക വിദ്യാഭ്യാസം എന്നത്. 3. സാങ്കേതിക വിദ്യ എന്നത്. 4. കലാകായിക തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം എന്നത്. 5. അനൗപചാരിക വിദ്യാഭ്യാസം എന്നത്. 6. വിദ്യാഭ്യാസ ഗവേഷണം അഥവാ ഡോക്യുമെൻറ്റേഷൻ എന്നത്. എന്നിരുന്നാലും SCERTയുടെ പ്രധാന ചുമതല എന്നത് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സ്കൂളുകൾക്കുള്ള പാഠ്യപദ്ധതിയും പാഠപുസ്തകങ്ങളും തയ്യാറാക്കുക എന്നതാണ്. ഇനി SCERTയുടെ മറ്റ് ചുമതലകൾ എന്തെല്ലാമെന്ന് നമുക്കൊന്ന് നോക്കാം. SCERTയുടെ മറ്റ് ചുമതലകൾ: അധ്യാപകർക്കുള്ള പരിശീലന പരിപാടി സുഗമമായി സംഘടിപ്പിക്കുന്നതിനുതകുന്ന കോർ ഗ്രൂപ്പായിട്ടുള്ള SRG സ്കൂൾ റിസോഴ്സ് ഗ്രൂപ്പ്, SRG സ്റ്റേറ്റ് റിസോഴ്സ് ഗ്രൂപ്പ് എന്നിവ സംഘടിപ്പിക്കുകയാണ് പ്രധാനപ്പെട്ട ചുമതല. അധ്യാപകർക്കുള്ള പരിശീലന പരിപാടി സുഗമമായി സംഘടിപ്പിക്കുന്നതിനുതകുന്ന കോർ SRGയും സംഘടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പൊതുവിദ്യാഭ്യാസ സംബന്ധമായ ഗവേഷണ പഠനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ഇവിടെയുള്ളതാണ്. അപ്പോൾ പൊതുവിദ്യാഭ്യാസ സംബന്ധമായ ഗവേഷണ പഠനങ്ങൾക്ക് നേതൃത്വം നൽകുക കൂടി ചെയ്യുന്നു. ഇനി വിദ്യാഭ്യാസ പരീക്ഷകൾ, വിവിധ പരീക്ഷകളെന്ന് പറയുമ്പോൾ SSLC ഉണ്ട്, KTET ഉണ്ട്,
LSS ഉണ്ട്, USS ഉണ്ട്. ഇവയുടെയൊക്കെ സിലബസ് തയ്യാറാക്കുകയും ഇവരുടെ പ്രധാനപ്പെട്ട ദൗത്യമാണ്. വിവിധ പരീക്ഷകളുടെ എന്ന് വെച്ചാൽ SSLC, കേട്ടറ്റ്, LSS, USS, ETC ഇതൊക്കെ ഇതിൻ്റെയൊക്കെ സിലബസ് തയ്യാറാക്കുക എന്നതാണ് പ്രധാനം. വിവിധ തലങ്ങളിലുള്ള വിദ്യാഭ്യാസ സെമിനാറുകൾ സംഘടിപ്പിക്കുക. നൂതന പഠനതന്ത്രങ്ങൾ അഥവാ പഠന സാമഗ്രികൾ തുടങ്ങിയവയിൽ ട്രൈ ഔട്ട് നടത്തുക. പൊതുവിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ നടത്തുക. ഇനി അടുത്ത CMAT. എന്താണ് CMAT? സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ മാനേജ്മെൻറ്റ് ആൻഡ് ട്രെയിനിങ്. അതാണ് CMAT. സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ മാനേജ്മെൻറ്റ് ആൻഡ് ട്രെയിനിങ് ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത് CMAT എന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്നത്. ഇനി CMAT സ്ഥാപിതമായതെന്നാണ് 2005 ജൂലൈ 21 CMAT സ്ഥാപിതമായത്. CMATൻ്റെ പൂർണ്ണരൂപം സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ മാനേജ്മെൻറ്റ് ആൻഡ് ട്രെയിനിങ് എന്നതാണ് CMATൻ്റെ പൂർണ്ണരൂപം. ഇത് സ്ഥാപിതമായത് 2005 ജൂലൈ 21. CMATൻ്റെ പ്രധാന ലക്ഷ്യം കേരളത്തിൽ പൊതുവിദ്യാഭ്യാസ മാനേജ്മെൻറ്റ് മെച്ചപ്പെടുത്തുന്നതിനാവശ്യമായ പരിശീലനങ്ങളും ഗവേഷണങ്ങളും പഠനങ്ങളും നടത്തുക എന്നതാണ്. പ്രധാന ലക്ഷ്യം എന്താണ് CMATൻ്റെ? കേരളത്തിൽ പൊതുവിദ്യാഭ്യാസ മാനേജ്മെൻറ്റ് മെച്ചപ്പെടുത്തുന്നതിനാവശ്യമായ പരിശീലനങ്ങളും ഗവേഷണങ്ങളും പഠനങ്ങളും നടത്തുക എന്നതാണ്. ഇതിൻ്റെ മറ്റ് പ്രവർത്തനങ്ങൾ എന്തെല്ലാമെന്ന് നമുക്കൊന്ന് നോക്കാം. CMATൻ്റെ മറ്റ് പ്രവർത്തനങ്ങൾ എന്താണ്? പ്രൈമറി സ്കൂൾ, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ തലവന്മാർക്കുള്ള അഥവാ ഹെഡ് മാസ്റ്റർ, പ്രിൻസിപ്പാൾ മുതലായ ആളുകൾക്കുള്ള സ്കൂൾ മാനേജ്മെൻറ്റ് പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കുക. അതായത് പ്രൈമറി സ്കൂളിലെയും ഹൈസ്കൂളിലെയും ഹയർ സെക്കൻഡറി സ്കൂളിലെയും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകളിലെയും തലവന്മാർക്കുള്ള അല്ലെങ്കിൽ ഹെഡ് മാസ്റ്റർമാർക്കുള്ള പ്രിൻസിപ്പാൾ അല്ലെങ്കിൽ ഹെഡ് മാസ്റ്റർ സ്കൂൾ മാനേജ്മെൻറ്റ് പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കുക എന്നതാണ് പ്രധാനം. വിദ്യാഭ്യാസ ഓഫീസർമാർക്കുള്ള അഥവാ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ, ഡയറ്റ് പ്രിൻസിപ്പാൾ, ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ, ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ എന്നിവരുടെ മാനേജ്മെൻറ്റ് ശാക്തീകരണ പരിപാടികൾ സംഘടിപ്പിക്കുക. വിദ്യാഭ്യാസ ഓഫീസർമാർക്കുള്ള മാനേജ്മെൻറ്റ് ശാക്തീകരണ പരിപാടികൾ സംഘടിപ്പിക്കുക. അതായത് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ, ഡയറ്റ് പ്രിൻസിപ്പാൾ, ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ, ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഇവരുടെയൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടത്തുക എന്നതാണ് പ്രധാനം. അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും കൈപ്പുസ്തകങ്ങൾ തയ്യാറാക്കുക. വിദ്യാഭ്യാസ ഓഫീസുകളിലെ അഡ്മിനിസ്ട്രേറ്റീവ് ജീവനക്കാർക്കുള്ള മാനേജ്മെൻറ്റ് പരിശീലനം നടത്തുക. എന്നതും പ്രധാനമാണ്. പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ അഥവാ സ്റ്റേറ്റ് ലെവൽ റിവ്യൂ ആൻഡ് പ്ലാനിംഗ് മീറ്റിംഗ് സംഘടിപ്പിക്കുക. പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ സ്റ്റേറ്റ് ലെവൽ റിവ്യൂ ആൻഡ് പ്ലാനിംഗ് മീറ്റിംഗ് സംഘടിപ്പിക്കുക പ്രധാനമാണ്. സ്കൂൾ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട സെമിനാറുകൾ നടത്തുക. വിദ്യാഭ്യാസ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട ഗവേഷണ പഠനങ്ങൾ നടത്തുക. പുസ്തകങ്ങൾ, ജേർണലുകൾ, ഹാൻഡ് ഔട്ടുകൾ, ആസൂത്രണ മാനേജ്മെൻറ്റ്, അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയവ സംബന്ധിച്ച പഠനങ്ങൾ എന്നിവയുടെ പ്രസിദ്ധീകരണം നടത്തുക. അപ്പോൾ പുസ്തകങ്ങൾ, ജേർണലുകൾ, ഹാൻഡ് ഔട്ടുകൾ, ആസൂത്രണ മാനേജ്മെൻറ്റ്, അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയവ സംബന്ധിച്ച പഠനങ്ങൾ എന്നിവയുടെ പ്രസിദ്ധീകരണം നടത്തുക. സ്കൂൾ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുടെ ഡോക്യുമെൻറ്റേഷൻ, വിവിധ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഡാറ്റ ഹബ്ബ് തയ്യാറാക്കൽ, വിദ്യാഭ്യാസ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട പരിശീലനങ്ങളും ഗവേഷണങ്ങളും നടത്തുന്ന സ്ഥാപനമാണ് CMAT എന്നത്. വിദ്യാഭ്യാസ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട പരിശീലനങ്ങളും ഗവേഷണങ്ങളും നടത്തുന്ന സ്ഥാപനമാണ് CMAT. SIET, സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ ടെക്നോളജിയാണ് അടുത്തത്. പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന സ്വയംഭരണ സ്ഥാപനമാണ് CET എന്നത്. ഇത് പ്രവർത്തനം ആരംഭിച്ചത് 1998-99 കാലഘട്ടത്തിലാണ് ഇത് പ്രവർത്തനം ആരംഭിച്ചത്. പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന സ്വയംഭരണ സ്ഥാപനമാണ് CET. ഇത് പ്രവർത്തനം ആരംഭിച്ചത് 1998-99 കാലഘട്ടത്തിലാണ്. ചെയർമാൻ ആരാണ്? പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് ഇവിടെ ചെയർമാനായിട്ട് വരുന്നത്. പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് ചെയർമാൻ. വൈസ് ചെയർമാനായിട്ട് വരുന്നത് പൊതുവിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറിയാണ് വൈസ് ചെയർമാനായിട്ട് വരുന്നത്. ചെയർമാനും വൈസ് ചെയർമാനും അടങ്ങിയ 16 അംഗ ബോർഡാണ് CETൻ്റെ നോട്ടം നിർവഹിക്കുന്നത്. അപ്പോൾ ചെയർമാനും വൈസ് ചെയർമാനും അടങ്ങിയ 16 അംഗ ബോർഡാണ് CETൻ്റെ നോട്ടം വഹിക്കുന്നത്. CETൻ്റെ പ്രധാന ചുമതല പൊതുവിദ്യാഭ്യാസത്തിൻ്റെ അക്കാഡമിക ഗുണവാരം മെച്ചപ്പെടുത്തുന്നതിനുതകുന്ന വീഡിയോ, ഓഡിയോ പ്രോഗ്രാമുകൾ, കമ്പ്യൂട്ടർ മൾട്ടിമീഡിയ തുടങ്ങിയ വിദ്യാഭ്യാസ സോഫ്റ്റ്വെയറുകൾ തൽക്കാലം
തയ്യാറാക്കലും വിതരണം ചെയ്യലുമാണ്. അപ്പോൾ CAT-ൻ്റെ പ്രധാനപ്പെട്ട ചുമതലകൾ എന്തെല്ലാമെന്ന് ചോദിച്ചാൽ പൊതുവിദ്യാഭ്യാസത്തിൻ്റെ അക്കാദമിക് ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനുതകുന്ന വീഡിയോ, ഓഡിയോ പ്രോഗ്രാമുകൾ, കമ്പ്യൂട്ടർ, മൾട്ടിമീഡിയ തുടങ്ങിയ വിദ്യാഭ്യാസ സോഫ്റ്റ്വെയറുകൾ തയ്യാറാക്കലും വിതരണം ചെയ്യുകയുമാണ് CAT-ൻ്റെ പ്രധാനപ്പെട്ട ചുമതലകൾ. ഇനി മറ്റ് പ്രവർത്തനങ്ങൾ എന്തെല്ലാമെന്ന് നമുക്ക് നോക്കാം. മറ്റ് പ്രവർത്തനങ്ങൾ: പാഠപുസ്തകങ്ങളുടെ ഡിജിറ്റൽ ഉള്ളടക്കം തയ്യാറാക്കുക. പാഠപുസ്തകങ്ങളുടെ ഡിജിറ്റൽ ഉള്ളടക്കം തയ്യാറാക്കുക. കുട്ടികളുടെ സിനിമയ്ക്ക് ആവശ്യമായ സാങ്കേതിക വിജ്ഞാനം കൈമാറൽ, പരിശീലനം നൽകൽ. അതായത് കുട്ടികളുടെ സിനിമയ്ക്ക് ആവശ്യമായ സാങ്കേതിക വിജ്ഞാനം കൈമാറൽ, പരിശീലനം നൽകൽ എന്നിവ ഇവിടെ പറയുന്നു. ചിൽഡ്രൻസ് ഫിലിം ഫെസ്റ്റിവൽ സംഘടിപ്പിക്കൽ, ചിൽഡ്രൻസ് ഫിലിം ഫെസ്റ്റിവൽ സംഘടിപ്പിക്കൽ. കുട്ടികളുടെ സിനിമ, കുട്ടികൾക്ക് വേണ്ടിയുള്ള സിനിമ ഇവിടെ പ്രധാനമാണ്. ചിൽഡ്രൻസ് ഫിലിം ഫെസ്റ്റിവൽ സംഘടിപ്പിക്കൽ, കുട്ടികളുടെ സിനിമ, കുട്ടികൾക്ക് വേണ്ടിയുള്ള സിനിമ. പാഠ്യവിഷയങ്ങൾ ബ്രോഡ്കാസ്റ്റ് ചെയ്യാനുള്ള സൗകര്യമൊരുക്കൽ, പാഠ്യവിഷയങ്ങൾ ബ്രോഡ്കാസ്റ്റ് ചെയ്യാനുള്ള സൗകര്യമൊരുക്കൽ എന്നിവ ഇവിടെ പറയുന്നു. വിദ്യാഭ്യാസ സാങ്കേതിക വിദ്യയെക്കുറിച്ച് സാമൂഹിക അവബോധം സൃഷ്ടിക്കുക എന്നത് പ്രധാനമാണ്. വിദ്യാഭ്യാസ സാങ്കേതിക വിദ്യയെക്കുറിച്ച് സാമൂഹിക അവബോധം സൃഷ്ടിക്കൽ. ഇനി ഓൺലൈൻ കോഴ്സുകൾ സംഘടിപ്പിക്കലുണ്ട്. ഓൺലൈൻ കോഴ്സുകൾ സംഘടിപ്പിക്കൽ. എന്താണ് ഓൺലൈൻ കോഴ്സുകൾ സംഘടിപ്പിക്കൽ എന്ന് വെച്ചാൽ വിവിധ പ്രൊഫഷണൽ കോഴ്സുകൾക്കുള്ള പ്രവേശന സാമഗ്രികൾ തയ്യാറാക്കൽ. ഈസി എൻട്രൻസ് പ്രോഗ്രാം എന്നാണ് അറിയപ്പെടുന്നത്. വിവിധ പ്രൊഫഷണൽ കോഴ്സുകൾക്കുള്ള പ്രവേശന സാമഗ്രികൾ തയ്യാറാക്കൽ അഥവാ ഈസി എൻട്രൻസ് പ്രോഗ്രാം. ഇനിയുള്ളത് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ വികസിപ്പിക്കലാണ്. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ വികസിപ്പിക്കൽ. വിദ്യാഭ്യാസ സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട വിവിധ പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കൽ. വിദ്യാഭ്യാസ സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട വിവിധ പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കൽ. അടുത്തത് കൈറ്റാണ്. KITE, കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ. കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ. കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ എന്നതുണ്ട്. സംസ്ഥാനത്തിൻ്റെ ഉടമസ്ഥതയിലോ സർക്കാർ സഹായത്തോടെയോ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ആധുനികവൽക്കരണത്തിന് പ്രോത്സാഹനം നൽകുക എന്ന ലക്ഷ്യത്തോടെ സ്ഥാപിക്കപ്പെട്ട സ്ഥാപനമാണ് കൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സംസ്ഥാനത്തിൻ്റെ ഉടമസ്ഥതയിലോ സർക്കാർ സഹായത്തോടെയോ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ആധുനികവൽക്കരണത്തിന് പ്രോത്സാഹനം നൽകുക എന്ന ലക്ഷ്യത്തോടെ സ്ഥാപിക്കപ്പെട്ട സ്ഥാപനമാണ് കൈറ്റ് എന്ന് പറയുന്നത്. കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ എന്നതാണ് കൈറ്റിൻ്റെ പൂർണ്ണരൂപം. കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ എന്നതാണ് കൈറ്റിൻ്റെ പൂർണ്ണരൂപം. 2001 മുതൽ ഉണ്ടായിരുന്ന IT സ്കൂൾ എന്ന പ്രൊജക്റ്റിനെയാണ് 2017 ഓഗസ്റ്റിൽ കൈറ്റ് ആക്കി ഉയർത്തിയത്. 2001 മുതൽ ഉണ്ടായിരുന്ന IT സ്കൂൾ എന്ന പ്രൊജക്റ്റിനെയാണ് 2017 ഓഗസ്റ്റിൽ കൈറ്റ് ആക്കി ഉയർത്തിയത്. ICTയിലൂടെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുന്നതിന് സർക്കാർ എയ്ഡഡ് മേഖലകൾക്ക് ഉപദേശക റോളിലോ കൺസൾട്ടൻ്റായോ ആണ് കൈറ്റ് പ്രവർത്തിക്കുന്നത്. ICTയിലൂടെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുന്നതിന് സർക്കാർ എയ്ഡഡ് മേഖലകൾക്ക് ഉപദേശക റോളിലോ കൺസൾട്ടൻ്റായോ ആണ് കൈറ്റ് പ്രവർത്തിക്കുന്നത്. കൈറ്റിൻ്റെ നേതൃത്വത്തിലുള്ള ചില സംരംഭങ്ങളുണ്ട്. അത് ഒന്ന് സമേതം എന്ന് പറയുന്നതാണ്. എന്താണ് സമേതം? കേരള സ്കൂൾ ഡാറ്റാ ബാങ്കിനാണ് സമേതം എന്ന് പറയുന്നത്. അടുത്തത് കൂൾ എന്ന് പറയുന്ന സംവിധാനമാണ്. കൂൾ എന്താണ്? ഓപ്പൺ ഓൺലൈൻ ലേണിംഗ് സംവിധാനത്തിനെയാണ് കൂൾ എന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്നത്. ഓപ്പൺ ഓൺലൈൻ ലേണിംഗ് സംവിധാനമാണ് കൂള്. അടുത്തത് ഹൈടെക് സ്കൂളാണ്. ഹൈടെക് സ്കൂൾ എന്താണ്? ഹൈടെക് സ്കൂള് വിക്ടേഴ്സ് ചാനൽ 2006 ആരംഭിച്ചു. എഡ്യൂസാറ്റിൻ്റെ സഹായത്തോടെയാണ് ഇത് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഹൈടെക് സ്കൂളായിട്ടാണ് വിക്ടേഴ്സ് ചാനൽ പ്രവർത്തിക്കുന്നത്. ഇനി അടുത്ത സമഗ്ര എന്ന് പറയുന്നൊരു സംവിധാനമുണ്ട്. എന്താണ് സമഗ്ര? അക്കാദമിക് റിസോഴ്സ് പോർട്ടലാണ്. അതായത് 1-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെയുള്ള പാഠപുസ്തകങ്ങളും വിവരങ്ങളുമെല്ലാം ഇതിൽ ലഭ്യമാണ്. സ്കൂളുകളുടെയും കോളേജുകളുടെയും നവീകരണമാണ് അടുത്ത പ്രധാനമായിട്ടും വരുന്ന കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് സ്കൂളുകളുടെയും കോളേജുകളുടെയും നവീകരണത്തിൽ ഉൾപ്പെടുന്നത്? കേരളത്തിൽ പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികൾക്ക് വിക്ടേഴ്സ് ചാനലിലൂടെ ക്ലാസുകൾ സംസ്ഥാന തലത്തിൽ ലഭ്യമാക്കിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനം അതാണ് കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. കേരളത്തിൽ പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികൾക്ക് വിക്ടേഴ്സ് ചാനലിലൂടെ ക്ലാസുകൾ സംസ്ഥാന തലത്തിൽ ലഭ്യമാക്കിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനമാണ് കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ എന്നത്. സ്കൂൾ വിക്കിയുണ്ട് അല്ലേ? സ്കൂൾ വിക്കി എന്ന് വെച്ചാൽ സ്കൂൾ വിക്കി എന്ന് പറയുന്നതും എന്താണ്? ഈ പറയുന്ന നമ്മുടെ കൈറ്റിൻ്റെ നേതൃത്വത്തിലുള്ള സംരംഭമാണ് സ്കൂൾ വിക്കി എന്ന് പറയുന്നത്. കൈറ്റിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംരംഭമാണ്. സമ്പൂർണ്ണ സ്കൂൾ മാനേജ്മെൻറ്റ് സൊല്യൂഷൻ 2010 സമ്പൂർണ്ണ സ്കൂൾ മാനേജ്മെൻറ്റ് സൊല്യൂഷൻ. ICT ഇൻഫ്രാസ്ട്രക്ചർ മാനേജ്മെൻറ്റ് ഉണ്ട് അല്ല? ICT ഇൻഫ്രാസ്ട്രക്ചർ മാനേജ്മെൻറ്റ് ഉണ്ട്. ലിറ്റിൽ കൈറ്റ്സ് എന്ന പദ്ധതിയുണ്ട്. ലിറ്റിൽ കൈറ്റ്സ് സ്കൂൾ തല IT ക്ലബ്ബുകൾ പദ്ധതി 2018 ജനുവരി 22 ആരംഭിച്ചത് അല്ലേ? ലിറ്റിൽ കൈറ്റ്സ് എന്ന് പറഞ്ഞൊരു പദ്ധതിയുണ്ട്. സ്കൂൾ തല IT ക്ലബ്ബുകളുടെ പദ്ധതിയാണ് 2018 ജനുവരി 22 ആരംഭിച്ചത്.
SCERT-യുമായി സഹകരിച്ച് ICT പാഠപുസ്തകങ്ങൾ തയ്യാറാക്കുന്നുണ്ട്. ഇനി നമുക്ക് DIET അഥവാ ഡിസ്ട്രിക്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ ട്രെയിനിങ് എന്താണ് എന്ന് നോക്കാം. അല്ലെ, DIET ഡിസ്ട്രിക്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ ട്രെയിനിങ് 1986 ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായി റവന്യൂ ജില്ലാ അടിസ്ഥാനത്തിൽ ഡയറ്റുകൾ സ്ഥാപിതമായ വർഷമാണ് 1989. 1989 ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായി റവന്യൂ ജില്ലാ അടിസ്ഥാനത്തിൽ ഡയറ്റുകൾ സ്ഥാപിതമായ വർഷം. 3 ഘട്ടങ്ങളിലായി 1992 14 ജില്ലയിലും ഡയറ്റുകൾ സ്ഥാപിതമാവുകയാണ്. 3 ഘട്ടങ്ങളിലായി 1992 14 ജില്ലയിലും ഡയറ്റുകൾ സ്ഥാപിതമായി. ഡയറ്റിൻ്റെ പ്രാഥമിക ലക്ഷ്യം എന്താണ്? ഡയറ്റിൻ്റെ പ്രാഥമിക ലക്ഷ്യം എലമെൻ്ററി വിദ്യാഭ്യാസത്തിൻ്റെ ഗുണമേന്മ വികസിപ്പിക്കുക എന്നതാണ് ഡയറ്റിൻ്റെ പ്രാഥമിക ലക്ഷ്യം. പ്രീ സർവീസ്, ഇൻ സർവീസ് എന്നീ 2 വിഭാഗങ്ങളിലായിട്ട് 7 ഫാക്കൽറ്റികളാണ് ഡയറ്റിൽ ഉള്ളത്. പ്രീ സർവീസ്, ഇൻ സർവീസ് എന്നീ 2 വിഭാഗങ്ങളിലായി 7 ഫാക്കൽറ്റികളാണ് ഡയറ്റിൽ ഉള്ളത്. ഡയറ്റിൽ പ്രവർത്തിക്കുന്ന 7 ഫാക്കൽറ്റികളുണ്ട് അല്ലേ. ഡയറ്റിൽ പ്രവർത്തിക്കുന്ന 7 ഫാക്കൽറ്റികൾ ഏതൊക്കെയാണ്? പ്ലാനിംഗ് ആൻഡ് മാനേജ്മെൻറ്റ്, P&M എന്ന് പറയുന്നതാണ് പ്ലാനിംഗ് ആൻഡ് മാനേജ്മെൻറ്റ്. ഇൻ സർവീസ് ഫീൽഡ് ഇൻ്ററാക്ഷൻ, ഇന്നൊവേഷൻ ആൻഡ് കോഓർഡിനേഷൻ, IFIC എന്ന് പറയുന്നു. ഇൻ സർവീസ് ഫീൽഡ് ഇൻ്ററാക്ഷൻ, ഇന്നൊവേഷൻ ആൻഡ് കോഓർഡിനേഷൻ. അടുത്തത് എഡ്യൂക്കേഷൻ ടെക്നോളജി അഥവാ ET എന്ന് പറയുന്നതാണ്. എഡ്യൂക്കേഷൻ ടെക്നോളജി അഥവാ ET. എഡ്യൂക്കേഷൻ ടെക്നോളജി അഥവാ ET. കരിക്കുലം മെറ്റീരിയൽ കരിക്കുലം മെറ്റീരിയൽ ഡെവലപ്മെൻറ്റ് ആൻഡ് ഇവാലുവേഷൻ, CMDE എന്നാണ് പറയുന്നത്. കരിക്കുലം മെറ്റീരിയൽ ഡെവലപ്മെൻറ്റ് ആൻഡ് ഇവാലുവേഷൻ, CMDE. അടുത്തത് വർക്ക് എക്സ്പീരിയൻസ്. വർക്ക് എക്സ്പീരിയൻസ് WE ആണ്. വർക്ക് എക്സ്പീരിയൻസ് WE ആണ്. പിന്നീട് ഡിസ്ട്രിക്റ്റ് റിസോഴ്സ് യൂണിറ്റ് ഉണ്ട്, DRU എന്ന് പറയും അല്ലെ, DRU. എഡ്യൂക്കേഷണൽ ടെക്നോളജി ET, കരിക്കുലം മെറ്റീരിയൽ ഡെവലപ്മെൻറ്റ് ആൻഡ് ഇവാലുവേഷൻ CMDE, വർക്ക് എക്സ്പീരിയൻസ് WE, ഡിസ്ട്രിക്റ്റ് റിസോഴ്സ് യൂണിറ്റ് DRU. പിന്നുള്ളത് പ്രീ സർവീസ് ടീച്ചർ എഡ്യൂക്കേഷനാണ്, PSTE ആണ്. പ്രീ സർവീസ് ടീച്ചർ എഡ്യൂക്കേഷനാണ് PSTE എന്ന പേരിൽ അറിയപ്പെടുന്നത്. 7 ഫാക്കൽറ്റികളിൽ PSTE, അതായത് 7 ഫാക്കൽറ്റികളിൽ PSTE ഫാക്കൽറ്റി പ്രീ സർവീസ് വിഭാഗത്തിലും മറ്റെല്ലാ ഫാക്കൽറ്റികളും ഇൻ സർവീസ് വിഭാഗത്തിലുമാണ് പ്രവർത്തിക്കുന്നത്. ഫാക്കൽറ്റിയുടെ നേതൃത്വത്തിൽ 40 അധ്യാപക വിദ്യാർത്ഥികൾക്ക് 2 വർഷം അധ്യാപക പരിശീലനം കൊടുക്കുന്നുണ്ട്. ഫാക്കൽറ്റിയുടെ നേതൃത്വത്തിൽ 40 അധ്യാപക വിദ്യാർത്ഥികൾക്ക് 2 വർഷം അധ്യാപക പരിശീലനം കൊടുക്കുന്നുണ്ട്. ഓരോ ഡയറ്റിലും പ്രിൻസിപ്പൽ ഉൾപ്പെടെ 21 ഫാക്കൽറ്റികൾ ഉണ്ടാവാറുണ്ട്. ഓരോ ഡയറ്റിലും പ്രിൻസിപ്പൽ ഉൾപ്പെടെ 21 ഫാക്കൽറ്റികൾ ഉണ്ടാകാറുണ്ട്. പ്രീ സർവീസിൽ 8ഉം മറ്റ് ഫാക്കൽറ്റിയിൽ 2 വീതവും ഫാക്കൽറ്റികളുണ്ട്. പ്രീ സർവീസിൽ 8ഉം മറ്റ് ഫാക്കൽറ്റിയിൽ 2 വീതവും ഫാക്കൽറ്റികളുണ്ട്. ഡയറ്റിൻ്റെ ചുമതലകൾ. ഡയറ്റിൻ്റെ ചുമതലകൾ എന്തൊക്കെയാണ്? സബ് ജില്ലാ വിദ്യാഭ്യാസ ജില്ലാ തലങ്ങളിലുള്ള വിദ്യാലയങ്ങളുടെ അക്കാദമിക് ചുമതലയാണ്. സബ് ജില്ലാ വിദ്യാഭ്യാസ ജില്ലാ തലങ്ങളിലുള്ള വിദ്യാലയങ്ങളുടെ അക്കാദമിക് ചുമതലയാണ്. ഇനി അടുത്ത സമഗ്ര ശിക്ഷാ കേരള പദ്ധതിയുടെ ഭാഗമായ BRCയുടെ അക്കാദമിക് ചുമതലയുണ്ട് അല്ലെ. സമഗ്ര ശിക്ഷാ കേരള പദ്ധതിയുടെ ഭാഗമായ BRCയുടെ അക്കാദമിക് ചുമതലയുണ്ട്. അടുത്ത ജില്ലാ റിസോഴ്സ് ഗ്രൂപ്പ് സജ്ജമാക്കലുണ്ട് അല്ലെ. ജില്ലാ റിസോഴ്സ് ഗ്രൂപ്പ് സജ്ജമാക്കലുണ്ട്. പാദവാർഷികം, അർദ്ധവാർഷികം, വാർഷിക പരീക്ഷകളുടെ ചോദ്യപേപ്പർ നിർമ്മാണം എന്നിവയാണ് ഇതിൽ ഉൾപ്പെടുന്നത്. പ്രഥമാധ്യാപക പരിശീലനങ്ങൾ, റിവ്യൂ മീറ്റിങ്ങുകൾ എന്നിവയുടെ അക്കാദമിക് ചുമതലയും ഇതിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ജില്ലയിലെ വിദ്യാഭ്യാസ ഓഫീസർമാരുടെ റിവ്യൂ യോഗങ്ങളുടെ അക്കാദമിക് ചുമതലയാണ് ഇതിൽ ഉൾപ്പെടുന്നത്. വിദ്യാഭ്യാസ വകുപ്പ് ഓരോ ഘട്ടത്തിലും നടപ്പിലാക്കുന്ന പദ്ധതികളുടെ ജില്ലാതല അക്കാദമിക മോണിറ്ററിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. വിദ്യാഭ്യാസ വകുപ്പ് ഓരോ ഘട്ടത്തിലും നടപ്പിലാക്കുന്ന പദ്ധതികളുടെ ജില്ലാതല അക്കാദമിക് മോണിറ്ററിംഗ് ആണ് ഇവിടെ നടപ്പിലാക്കുന്നത്. ത്രിതല പഞ്ചായത്ത് പദ്ധതി രൂപീകരിക്കുന്നതിന് നേതൃത്വം നൽകുക ഇതിൽ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ത്രിതല പഞ്ചായത്ത് പദ്ധതി രൂപീകരണത്തിന് നേതൃത്വം നൽകൽ ഇതിൽ പ്രധാനപ്പെട്ടതാണ്. വിദ്യാഭ്യാസ വകുപ്പിൻ്റെയും SSKയുടെയും ഡയറ്റുകളുടെയും പദ്ധതി രൂപീകരണമാണ് ഇതിൽ പ്രധാനമായും വരുന്നത്. SCERT, CMAT, കൈറ്റ്, പരീക്ഷാഭവൻ, DPI എന്നിവർ ആവശ്യപ്പെടുന്ന മുറയ്ക്ക് ഫാക്കൽറ്റിയുടെ സേവനം ലഭ്യമാവുന്നുണ്ട്. SCERT, CMAT, കൈറ്റ്, പരീക്ഷാഭവൻ, DPI എന്നിവർ ആവശ്യപ്പെടുന്ന മുറയ്ക്ക് ഫാക്കൽറ്റിയുടെ സേവനങ്ങൾ ലഭ്യമാകുന്നതാണ്. ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലും ഗവേഷണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക, തുല്യതാ പരിപാടികൾ, അതായത് പെൺകുട്ടികളുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും വിദ്യാഭ്യാസത്തിൽ ഇടപെടുക, ഭിന്നശേഷിക്കാർക്കുള്ള അക്കാദമിക പിന്തുണ ഉറപ്പാക്കൽ എന്നിവ ഇതിൽ പ്രധാനപ്പെട്ടതാണ്. കുട്ടികളുടെ പഠന നിലവാരം ഉയർത്തുന്നതിനുള്ള പഠന സാമഗ്രികളുടെ നിർമ്മാണം, വിനിമയം എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നു. പ്രഥമ അധ്യാപകർക്കും മറ്റ് അധ്യാപകർക്കുമുള്ള സഹായ സാമഗ്രികളുടെ നിർമ്മാണവും വിനിമയവും ഇവിടെ ഉൾപ്പെടുന്നു.
ക്ലാസ്സിൽ നേരിടുന്ന പഠന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ട്രൈ ഔട്ടുകൾ, പഠന പ്രക്രിയ ലളിതമാക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുക, പ്രഥമ അധ്യാപകർക്ക് മാനേജ്മെൻറ്റ് പരിശീലനം, അക്കാദമികവും ഭരണപരവുമായ പരിശീലനം എന്നിവ നൽകുക, ഇവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. ജില്ലയിലെ കലാകായിക പ്രവൃത്തി പരിചയ പഠനത്തെ ഏകോപിപ്പിക്കുക എന്നത് ഇതിൽ പ്രധാനമാണ്. ജില്ലയിലെ കലാകായിക പ്രവൃത്തി പരിചയ പഠനം ഏകോപിപ്പിക്കുക എന്നത് ഇതിൽ പ്രധാനമാണ്. അടുത്തത് BRC ബ്ലോക്ക് റിസോഴ്സസ് സെൻ്ററാണ്. ബ്ലോക്ക് റിസോഴ്സസ് സെൻ്റർ SSA പ്രൊജക്റ്റിൻ്റെ കീഴിലുള്ള അധ്യാപക പരിശീലനങ്ങൾ നടത്തുക. SSA പ്രൊജക്റ്റിൻ്റെ കീഴിലുള്ള അധ്യാപക പരിശീലനങ്ങൾ നടത്തുക, പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി പിന്തുണ ഉറപ്പാക്കുക, MIS മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം അഥവാ ഡാറ്റ ശേഖരിക്കൽ, പൊതുവിദ്യാഭ്യാസ വകുപ്പ് അതാത് കാലത്ത് നടത്തുന്ന പരിപാടികൾക്ക് ആവശ്യമായ പിന്തുണ നൽകൽ എന്നിവയെല്ലാം ഇതിൻ്റെ ഭാഗമാണ്. ഡയറ്റിൻ്റെ അക്കാദമിക പ്രവർത്തനങ്ങൾക്ക് ബ്ലോക്ക് തലത്തിൽ പിന്തുണ നൽകി വരുന്നു. ഡയറ്റിൻ്റെ അക്കാദമിക പ്രവർത്തനങ്ങൾക്ക് ബ്ലോക്ക് തലത്തിൽ പിന്തുണ നൽകി വരുന്നുണ്ട്. BRCയുടെ അക്കാഡമിക് കോഓർഡിനേറ്ററായി പ്രവർത്തിക്കുന്നത് ഡയറ്റ് ഫാക്കൽറ്റികളാണ്. BRCയുടെ അക്കാഡമിക് കോർഡിനേറ്ററായി പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഡയറ്റ് ഫാക്കൽറ്റികൾ നമുക്ക് ഡയറ്റ് ഫാക്കൽറ്റി നമുക്ക് CRC അഥവാ ക്ലസ്റ്റർ റിസോഴ്സ് സെൻ്ററുകൾ എന്താണ് എന്നൊക്കെ ക്ലസ്റ്റർ റിസോഴ്സ് സെൻ്ററുകൾ കേരളത്തിൽ പഞ്ചായത്ത് തലത്തിലാണ് ക്ലസ്റ്റർ റിസോഴ്സ് സെൻ്ററുകൾ പ്രവർത്തിക്കുന്നത്. കേരളത്തിൽ പഞ്ചായത്ത് തലത്തിലാണ് ക്ലസ്റ്റർ റിസോഴ്സ് സെൻ്ററുകൾ പ്രവർത്തിക്കുന്നത്. ക്ലസ്റ്ററുകളുടെ ചുമതല എന്താണ്? BRCയുടെ പ്രവർത്തനങ്ങൾ, ബ്ലോക്ക് റിസോഴ്സ് സെൻ്ററിൻ്റെ പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് തലത്തിൽ ഏകോപിപ്പിച്ച് നടപ്പിലാക്കുക എന്നതാണ് BRCയുടെ പ്രവർത്തനങ്ങൾക്കുള്ള പഞ്ചായത്ത് തലത്തിൽ അല്ലെങ്കിൽ BRCയുടെ പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് തലത്തിൽ ഏകോപിപ്പിച്ച് നടപ്പിലാക്കുക എന്നതാണ് ക്ലസ്റ്ററുകളുടെ ചുമതല. CRC ക്ലസ്റ്റർ കോർഡിനേറ്ററുടെ നേതൃത്വത്തിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ CRC എന്ന് പറയുന്നത് ക്ലസ്റ്റർ കോർഡിനേറ്ററുടെ നേതൃത്വത്തിലാണ് പ്രവർത്തിക്കുന്നത്. CRCയുടെ ചുമതലകൾ എന്താണ് എന്ന് നമുക്ക് നോക്കാം. CRCയുടെ ചുമതലകൾ CRC നടത്തുന്ന ബ്ലോക്ക് റിസോഴ്സ് സെൻ്റർ നടത്തുന്ന അക്കാദമിക പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് തലത്തിൽ ഏറ്റെടുത്ത് നടത്തുക എന്നതാണ് ഇവിടെ വരുന്നത്. അപ്പോൾ BRC നടത്തുന്ന അക്കാദമിക പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് തലത്തിൽ ഏറ്റെടുത്ത് നടപ്പിലാക്കുക എന്നതാണ് ഇവിടെ വരുന്നത്. പഞ്ചായത്ത് എഡ്യൂക്കേഷൻ കമ്മിറ്റി വിളിച്ചുകൂട്ടുക പഞ്ചായത്ത് എഡ്യൂക്കേഷൻ കമ്മിറ്റി വിളിച്ചുകൂട്ടുക എന്നത് പ്രധാനമാണ്. പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്ന പരിപാടികൾ പഞ്ചായത്ത് തലത്തിൽ ഏകോപിപ്പിച്ച് നടപ്പിലാക്കുക എന്നതും പ്രധാനപ്പെട്ടതാണ്. പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്ന പരിപാടികൾ പഞ്ചായത്ത് തലത്തിൽ ഏകോപിപ്പിച്ച് നടപ്പിലാക്കുക. സ്കൂളുകൾക്ക് തത്സമയ പിന്തുണ നൽകുക സ്കൂളുകൾക്ക് തത്സമയ പിന്തുണ നൽകുക എന്നത് പ്രധാനമാണ്. IASC ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് ഇൻ എഡ്യൂക്കേഷൻ, IASC എന്നാണ് പറയുന്നത്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് ഇൻ എഡ്യൂക്കേഷൻ കേരളത്തിൽ നിലവിലുള്ള ഏക ISE അതായത് അഡ്വാൻസ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്റ്റഡീസ് ഇൻ എഡ്യൂക്കേഷൻ ആണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് ഇൻ എഡ്യൂക്കേഷൻ ആണ് IASC എന്ന് പറയുന്നത്. ഇത് നിലവിൽ കേരളത്തിൽ പ്രവർത്തിക്കുന്നത് തൃശ്ശൂരിലാണ്. അധ്യാപക വിദ്യാഭ്യാസ രംഗത്താണ് IASC സമഗ്ര സംഭാവനകൾ നൽകുന്നത്. അധ്യാപക വിദ്യാഭ്യാസ രംഗത്താണ് IASC സമഗ്ര സംഭാവനകൾ നൽകുന്നത്. IASCയുടെ പ്രധാന ചുമതലകളും ഉത്തരവാദിത്തങ്ങളുമുണ്ട്. IASCയുടെ പ്രധാനപ്പെട്ട ചുമതലകളും ഉത്തരവാദിത്തങ്ങളും സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയിൽ പ്രീ സർവീസ്, ഇൻ സർവീസ് അധ്യാപക പരിശീലനങ്ങൾ നടത്തുന്ന കേന്ദ്രങ്ങളാണ് IASC എന്ന് പറയുന്നത്. സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയിൽ പ്രീ സർവീസ്, ഇൻ സർവീസ് അധ്യാപക പരിശീലനങ്ങൾ നടത്തുന്ന കേന്ദ്രങ്ങളാണ് IASC എന്ന് പറയുന്നത്. ഇതുകൂടാതെ MEd, MPhil, PhD എന്നീ കോഴ്സുകളുടെ മേൽനോട്ടവും IASCക്കുണ്ട്. ഇതുകൂടാതെ MPhil, MEd, PhD എന്നീ കോഴ്സുകളുടെ മേൽനോട്ടവും IASCക്കുണ്ട്. പ്രീ സർവീസ് സെക്കൻഡറി അധ്യാപക വിദ്യാഭ്യാസ പരിപാടിയാണ് BEd നടത്തലെന്ന് പറയുന്നത്. അപ്പം പ്രീ സർവീസ് സെക്കൻഡറി അധ്യാപക വിദ്യാഭ്യാസ പരിപാടി അതാണ് BEd എന്ന് പറയുന്നത് നടത്തുക. മാസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ അതായത് MEd കോഴ്സ് നടത്തുക, അതായത് BEd കോഴ്സ് MEd കോഴ്സ് നടത്തുന്നത് ഇവരുടെ ചുമതലയാണ്. പിന്നെയോ DIET, CTE കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ അധ്യാപകർക്കുള്ള ഹ്രസ്വകാല പരിശീലന കോഴ്സുകൾ സംഘടിപ്പിക്കുകയും ഇതിൽ പ്രധാനപ്പെട്ടതാണ്. അധ്യാപകർക്കും ടീച്ചർ എഡ്യൂക്കേറ്റർമാർക്കും വിഭവ പിന്തുണ അഥവാ റിസോഴ്സ് സപ്പോർട്ട് നൽകുകയും പ്രധാനപ്പെട്ടതാണ്. വിദ്യാഭ്യാസ രംഗത്ത് അടിസ്ഥാന ഗവേഷണങ്ങളും പരീക്ഷണങ്ങളും നടത്തൽ, MPhil, PhD കോഴ്സുകളുടെ മേൽനോട്ടം നിർവഹിക്കൽ എന്നിവയെല്ലാം ഇതിൽപ്പെടുന്നതാണ്. പാഠ്യപദ്ധതി, ബോധനശാസ്ത്രം, മൂല്യനിർണ്ണയം, വിലയിരുത്തൽ തുടങ്ങിയ മേഖലയിൽ ആഴത്തിലുള്ള പഠനങ്ങൾ ഇവിടെ നടത്തപ്പെടുന്നു. പാഠ്യപദ്ധതിയും പഠന സാമഗ്രികളും വികസിപ്പിക്കൽ പാഠ്യപദ്ധതിയും പഠന സാമഗ്രികളും ഇവിടെ വികസിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ നടന്നുവരുന്നു. വിദ്യാഭ്യാസ ആസൂത്രണവും ഭരണവും പരിശീലനം നടത്തൽ. വിദ്യാഭ്യാസ ആസൂത്രണവും ഭരണവും പരിശീലനം നടത്തൽ. വിദ്യാഭ്യാസ ഭരണാധികാരികളുടെ പരിശീലന മൊഡ്യൂൾ വികസിപ്പിക്കൽ. വിദ്യാഭ്യാസ ഭരണാധികാരികളുടെ പരിശീലന മൊഡ്യൂൾ വികസിപ്പിക്കൽ. CTE കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ. എന്താണ് കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ? വിദ്യാഭ്യാസ ഭരണാധികാരികളുടെ പരിശീലന മൊഡ്യൂളെല്ലാം വികസിപ്പിക്കുന്ന കാര്യങ്ങൾക്കാണ് ഇവിടെ മുൻതൂക്കം കൊടുക്കുന്നത്. ഇനി നമുക്ക് CTE കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷനെ കുറിച്ചൊന്ന് നോക്കാം. എന്താണ്
സെക്കൻഡറി അധ്യാപകർക്കുള്ള സേവന പൂർവ്വ അധ്യാപക പരിശീലനം നടത്തുന്ന സ്ഥാപനമാണ് CTE എന്നത്. സെക്കൻഡറി അധ്യാപകർക്കുള്ള സേവന പൂർവ്വ അധ്യാപക പരിശീലനം നടത്തുന്ന സ്ഥാപനമാണ് CTE. CTEയുടെ കീഴിലുള്ള മേഖലകളാണ് പ്രീ സർവീസ് സെക്കൻഡറി അധ്യാപക കോഴ്സ് അഥവാ B.Ed. പ്രീ സർവീസ് സെക്കൻഡറി അധ്യാപക കോഴ്സിനെയാണ് നമ്മൾ B.Ed എന്ന് പറയുന്നത്. അതേപോലെ M.Ed, മാസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ കോഴ്സ്, അതിനെയാണ് M.Ed എന്ന് പറയുന്നത്. ഹൈസ്കൂൾ അധ്യാപകർക്കുള്ള സേവനകാല പരിശീലനം നൽകുന്നതും ഇവിടെ തന്നെയാണ്. അതേപോലെ MPhil, PhD മുതലായ കോഴ്സുകളും ഇവിടെ നൽകി വരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എഡ്യൂക്കേഷൻ ആൻഡ് ചൈൽഡ് സൈക്കോളജി എന്ന മേഖലയിൽ നിന്നുമുള്ള ചില ടോപ്പിക്കുകളാണ്. ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക്